നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഇപ്പോൾ ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ. അതായത് കുറെ പോയിന്റ് ചാർജസ് ഉണ്ട് ആൻഡ് ഇവിടെ ഇപ്പോൾ ഒരു ലൈനിന്റെ പുറത്ത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ലൈൻ ചാർജ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ കുറെ ഷീറ്റ്സ് കാണാം. അത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറെ ഷീറ്റ്സ് കാണാം. എന്താണെങ്കിലും നമുക്ക് എന്തായാലും അറിയാം ഈ സിസ്റ്റത്തിന്റെ പുറത്ത് ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചാർജ് വെച്ചാൽ സപ്പോസ് അതൊരു പ്ലസ് ക്യൂ ചാർജ് ആണ്. നമുക്ക് എന്തായാലും അറിയാം അതിന്റെ പുറത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. സപ്പോസ് ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് എങ്കിൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഡെഫിനിഷൻ ആണ് E is equal to F by Q. ക്ലിയർ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം എന്താണ് ഈ ഡെഫിനിഷൻ ആക്ച്വലി മീൻ ചെയ്യുന്നതെന്ന്. സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ചാർജ് അതായത് ഞാൻ ഇവിടെ കൊണ്ടുവച്ച ഈ ചാർജ് അത് 1 കൂളം ചാർജ് ആണെന്ന് വെച്ചോ. അതായത് 1 കൂളം പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൂളം ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി ഈക്വൽ ടു ആ ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്ത ഫോഴ്സ്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡെഫിനിഷൻ കിട്ടി. എന്താണ്? എനിക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് അറിയണമെങ്കിൽ ഞാൻ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുപോയിക്കുക, അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കുക. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഏതാണോ അതായിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. ഞാൻ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ അത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ഏത് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവും, അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുന്ന ഡയറക്ഷൻ ഏതാണ്, അതാണ് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കിപ്പോൾ മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. റൈറ്റ്. എങ്കിൽ നമുക്ക് ഇനി അടുത്ത് പറയേണ്ട ഇലക്ട്രിക് ഫീൽഡിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളെ പറ്റിയ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ തന്നെ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതായത് ഞാൻ പറയുകയാണ് സപ്പോസ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ ആ പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും എന്നാ. റൈറ്റ്. എങ്കിൽ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ, അതായത് മൈനസ് ക്യൂ ആണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ, ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. സപ്പോസ് നമ്മുടെ ഈ ക്യൂ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് 1 കൂളം ചാർജ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ ഇക്വേഷന്റെ കൂടെ ഇവിടെ ഒരു മൈനസ് സൈൻ്റെ വ്യത്യാസം വരും. ബിക്കോസ് ഇത് -1 കൂളം ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ്റെ വ്യത്യാസം വരും. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഞാനിവിടെ ഒരു നെഗറ്റീവ് ക്യൂ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലായി ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവിടെ ഒരു ക്യൂ ചാർജ് കൊണ്ടുവച്ചാൽ അതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഞാൻ മൈനസ് ക്യൂ ആണ് വയ്ക്കുന്നതെങ്കിൽ അതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. റൈറ്റ്. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി രണ്ടാമതൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ? സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ പറയുകയാണ് സപ്പോസ് എൻ്റെ ഇപ്പോൾ ഇവിടെ കുറച്ച് ചാർജസ് ഉണ്ട്. ഇത് ഒരു ചാർജ്, ഇത് മറ്റൊരു ചാർജ്, ഇത് മറ്റൊരു ചാർജ്, ഇത് മറ്റൊരു ചാർജ്. സപ്പോസ് ഈ ഓരോ ചാർജസിനും ഞാനൊരു പേര് കൊടുക്കാം. ഇതാണ് Q1, ഇതാണ് Q2, ഇതാണ് Q3, ഇതാണ് Q4. ആൻഡ് ഈ ചാർജ് എല്ലാം സപ്പോസ് ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഈ മുഴുവൻ ചാർജ് സിസ്റ്റം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന്. എത്രയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് ഈ ആള്, അതായത് നമ്മുടെ ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് E1 എന്ന് എടുക്കാം. അതുപോലെ തന്നെ Q2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ആ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെന്ന് വെച്ചോ. അടുത്ത Q2 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ഈ ഡയറക്ഷനിലാണ്, അത് E2. അതേപോലെ തന്നെ Q3 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് അത് ഈ ഡയറക്ഷനിലാണ്, അത് E3. അതുപോലെ തന്നെ Q4 ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് അത് ഈ ഡയറക്ഷനിലാണെന്ന് വെച്ചോ. റൈറ്റ്. ഓക്കെ, അത് E4. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് E4 ആയിരിക്കും. അതായത് എൻ്റെ കുറെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഓരോരുത്തരും ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ സം ആയിരിക്കും. ഓക്കെ, അതായത് എനിക്ക് ഇലക്ട്രിക് ഫീൽഡിനെ പരസ്പരം എനിക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് എനിക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, വളരെ ഒബ്വിയസ് ആണ്, പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. റൈറ്റ്. ഇനി അടുത്ത നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് ഇത് ഫ്രീ സ്പേസ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സപ്പോസ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് E. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ സപ്പോസ് ഞാൻ സഡൻലി അവിടുത്തെ മീഡിയത്തിന്റെ പ്രോപ്പർട്ടി മാറ്റി. അതായത് ഞാൻ ഫ്രീ സ്പേസ് എന്നതിൽ നിന്നും അതിനൊരു പർട്ടിക്കുലർ പെർമിറ്റിവിറ്റി ഉള്ള ഒരു മീഡിയം ആക്കി മാറ്റി. ആൻഡ്
അതിരിക്കുന്ന മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് സപ്പോസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് എപ്സലോൺ ആർ. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് രണ്ട് ചാർജസിനിടയ്ക്ക് വാക്യത്തിലുള്ള ഫോഴ്സ് എഫ് ആണെങ്കിൽ അവിടെ ഒരു മീഡിയം വന്നാൽ ഫോഴ്സിന്റെ ഡിനോമിനേറ്ററിൽ ഒരു എപ്സലോൺ ആറിന്റെ ഫാക്ടർ വരും. അതായത് ഫോഴ്സ് 1/ε0 ടൈംസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എസെൻഷ്യലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഫോഴ്സ് ഒരു മീഡിയം വരുമ്പോൾ 1/ε0 ആയിട്ട് മാറുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും കറസ്പോണ്ടിംഗ്ലി അങ്ങനെ മാറും. എങ്കിൽ നമുക്ക് പറയാം, ഞാനൊരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇനിഷ്യലി അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ ആ മീഡിയത്തിന്റെ പ്രസൻസിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എന്തായിട്ട് മാറും? E/ε0 ആയിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ആ പോയിന്റ് ചാർജ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമുക്ക് നോക്കാം. സപ്പോസ് എൻ്റെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട് ആൻഡ് ആ പോയിന്റ് ചാർജ് ആണ് ക്യാപിറ്റൽ ക്യൂ. റൈറ്റ്, എനിക്ക് അറിയേണ്ടത് ഈ ക്യാപിറ്റൽ ക്യൂവിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്. ഓക്കെ, വളരെ സിമ്പിൾ. ഞാൻ എന്ത് ചെയ്യുക, അവിടെ ഒരു സ്മോൾ ക്യൂ ചാർജ് ഇരിക്കുന്നവരെ അസ്യൂം ചെയ്യുക. എങ്കിൽ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയും നോക്കുക. എനിക്കറിയാം ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F = 1/4πε0, അതായത് K ടൈംസ് Q ഡിവൈഡഡ് ബൈ r² ടൈംസ് യൂണിറ്റ് വെക്ടർ. ക്ലിയർ? നമുക്കിത് ഓൾറെഡി അറിയാവുന്നതാണ്. എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ എന്തുവാണ്? E = F/Q. റൈറ്റ്, അതായത് ഞാൻ മുകളിൽ കിടക്കുന്ന ഇക്വേഷനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോ പറ്റും? ഈ Q ക്യാൻസൽ ചെയ്ത് പോകും. സോ എനിക്ക് കിട്ടി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ r² ടൈംസ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, ഞാൻ കൂടുതൽ ടൈംസും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. ബിക്കോസ് അതാണ് എനിക്ക് പലപ്പോഴും അറിയേണ്ടത്. സോ ഞാൻ യൂണിറ്റ് വെക്ടറിനെ പറ്റി ഞാൻ തിങ്ക് ചെയ്യേണ്ട. അതേപോലെ തന്നെ ഡയറക്ഷൻസ് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ അവിടെ ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ എനിക്ക് എഴുതാം ഇലക്ട്രിക് ഫീൽഡ് = KQ ഡിവൈഡഡ് ബൈ r². അപ്പൊ ഇതാണ് ഒരു പോയിന്റ് ചാർജ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ സപ്പോസ് എൻ്റെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതായത് ഒരു ബോഡിയാണ്. റൈറ്റ്, ഇതിന്റെ പുറത്ത് ആർബിറ്ററി ആയിട്ടുള്ള രീതിയിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. എങ്കിൽ എനിക്ക് അറിയേണ്ടത് ഈ ചാർജ് സിസ്റ്റം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ, അതായത് ഈ ചാർജ് സിസ്റ്റം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ. ഓക്കെ, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഈ ബോഡിയെ ഞാൻ ചെറിയ ചെറിയ പീസസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റ്, വളരെ ചെറിയ പീസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് സപ്പോസ് ഇതിനകത്തുള്ള ഒരു പീസ് അത് ക്യാരി ചെയ്യുന്ന ചാർജ് DQ ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ DQ ചാർജ് എലമെന്റ് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം DE = K DQ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് r² ടൈംസ് യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടെയുള്ള ഓരോ എലമെന്റും ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ആഡ് ചെയ്യണം. നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് ഇവിടെയുള്ള ഓരോരുത്തരും ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സം ആയിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ ഇവിടെ ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് വെറുതെ സം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ എനിക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് = K DQ r² ടൈംസ് യൂണിറ്റ് വെക്ടർ. ആൻഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എൻറ്റയർ ഈ ബോഡി കൂടെയാണ്. സോ ഇന്റഗ്രേഷൻ ഓവർ ദാറ്റ് ബോഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പെൻഡുലം ആണ്. ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് E ആൻഡ് ആ പെൻഡുലത്തിന്റെ മാസ് ആണ് M. ആൻഡ് പെൻഡുലത്തിന്റെ ഒരു ചാർജ് ഉണ്ട്. പെൻഡുലത്തിന്റെ ചാർജ് ആണ് സപ്പോസ് +Q. നമുക്കറിയേണ്ടത് ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഈ ബോബിന്റെ പുറത്ത് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ എന്തോ പറ്റും? ഈ പെൻഡുലം സ്ലൈറ്റ്ലി മുകളിലോട്ട് മൂവ് ചെയ്യും. നമുക്കറിയേണ്ടത് ഈ ആംഗിൾ എത്ര. ഇത്തരം ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എങ്കിൽ ഫൈനലി ഈ ബോബ് മൂവ് ചെയ്യുന്നു. ഫൈനലി അത് ഈ പൊസിഷനിൽ സെറ്റിൽ ആകുന്നു എന്ന് വെച്ചോ. എങ്കിൽ നമുക്ക് നോക്കാം അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണെന്ന്. അതിന്റെ പുറത്ത് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ഷനിൽ QE ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഡയറക്ഷനിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിന്റെ പുറത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ ഫോഴ്സസ് എല്ലാം എക്സാക്ട്ലി ബാലൻസ് ആവണം.
സോ നമുക്ക് ഫോഴ്സസിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇവിടെയുള്ള ഫോഴ്സസിനെയൊക്കെ ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലും കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ടെൻഷൻ ആണെങ്കിൽ ടെൻഷന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ടി കോസ് തീറ്റ, ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ടി സൈൻ തീറ്റ. ആൻഡ് ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എഴുതാം ടി കോസ് തീറ്റ, അതായത് ദിസ് ഫോഴ്സ് എക്സാക്ട്ലി എം ജിക്ക് ഈക്വൽ ആവണം, ഈക്വൽ ടു എം ജി, ആൻഡ് ടി സൈൻ തീറ്റ എക്സാക്ട്ലി ഈക്വൽ ടു ക്യു ഇ. റൈറ്റ്, എങ്കിൽ മാത്രമേ ഇത് ഇക്വിലിബ്രിയത്തിലാവത്തുള്ളൂ. എങ്കിൽ എനിക്ക് രണ്ട് ഇക്വേഷൻസും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം, അതായത് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ എനിക്ക് എഴുതാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ആ ടീം ക്യാൻസൽ ആവും, ഈക്വൽ ടു ക്യു ഇ ഡിവൈഡഡ് ബൈ എം ജി, അല്ലെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു ക്യു ഇ ബൈ എം ജി, ഓർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് QE by mg. അപ്പോൾ ഈ ആംഗിളിലാണ് ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുന്നത്. അപ്പോൾ അടുത്ത ഒരു പ്രൊജക്ടൈൽ മോഷൻ പ്രോബ്ലം ആണ്. ഇതൊരു സർഫസ് ആണ് ആൻഡ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ആണ്. റൈറ്റ്, ആൻഡ് ആ സർഫസിന്റെ മുകളിലായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ആൻഡ് ആ ഒബ്ജക്റ്റിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് u, ആൻഡ് അതിനൊരു ചാർജ് ഉണ്ട്, അതിന്റെ ചാർജ് ആണ് +q, ആൻഡ് അതിന്റെ മാസ് ആണ് m. ഓക്കെ, നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാമോ ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആണ്. ആ പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. എങ്കിൽ അതിന്റെ അവിടെ ഗ്രാവിറ്റി ഉണ്ട്. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഈ u വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വിട്ടാൽ ആ ഒബ്ജക്റ്റ് എന്തായാലും മൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ഹൊറിസോണ്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം, ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് എഴുതണം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ശരി, അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഏതൊരു പ്രൊജക്ടൈൽ മോഷൻ പ്രോബ്ലത്തിലും നമ്മൾ ആദ്യം ഒരു ഒറിജിൻ ഫിക്സ് ചെയ്യണം, അതായത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ ഫിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്റെ ഒറിജിൻ ആൻഡ് ഇതാണ് എന്റെ പോസിറ്റീവ് ഡയറക്ഷൻ, ഇതാണ് നെഗറ്റീവ് ഡയറക്ഷൻ. ആൻഡ് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ഇവിടെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു, ബിക്കോസ് അത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. ആൻഡ് അപ്പോ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ എഴുതുകയാണ്. എനിക്ക് എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു ut plus half at square. എക്സ് ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇവിടെ എക്സ് ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. സോ ut പ്ലസ് ഹാഫ് at square. എക്സ് ഡയറക്ഷനിൽ ഇവിടെ ആക്സിലറേഷൻ ഒന്നുമില്ല. സോ ബിക്കോസ് എക്സ് ഡയറക്ഷനിൽ ഫോഴ്സസ് ഒന്നുമില്ല, സോ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല. സോ ഇവിടെ ഹാഫ് at square ടേം ഇല്ല. അടുത്തത് y ഈസ് ഈക്വൽ ടു അഗെയിൻ ut പ്ലസ് ഹാഫ് at square. പക്ഷെ ഞാൻ യൂസ് ചെയ്യേണ്ടത് y ഡയറക്ഷനിലെ കമ്പോണന്റ് ആയിരിക്കണം. ഇപ്പോ y ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0, ബിക്കോസ് ആ ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ, അതിന് y ഡയറക്ഷനിൽ കമ്പോണന്റ് ഒന്നുമില്ല. സോ y ഡയറക്ഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ആദ്യത്തെ ut ടേം ഇല്ല. ഓക്കെ, അടുത്തത് ഹാഫ് at square. ഹാഫ് a y ഡയറക്ഷനിൽ ആക്സിലറേഷൻ വേണം. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ മാസ് m ആണ് ആൻഡ് ചാർജ് q ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പുറത്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, അത് പോസിറ്റീവ് ചാർജ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലായിരിക്കും ഒബ്ജക്റ്റിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ QE ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം F ഈക്വൽ ടു MA, റൈറ്റ്, അല്ലെങ്കിൽ MA ഈക്വൽ ടു അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg പ്ലസ് QE, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു mg പ്ലസ് QE ഡിവൈഡഡ് ബൈ മാസ്. ഓക്കെ, എങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടി, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു mg plus QE divided by mass. അപ്പൊ ഹാഫ് a t സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ y ഡയറക്ഷനിലെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്. ഫസ്റ്റ് നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ് ഡയറക്ഷനിലെ ഒരു ലെങ്ത് ആണ്. സോ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഇക്വേഷനാണ്. പക്ഷേ ഈ ഇക്വേഷൻ ഞാൻ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ ബേസിക്കലി എന്താ പറയുന്നത്? ഈ ഇക്വേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, എനിക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് വേണമെങ്കിൽ, അതായത് ഈ എക്സ് ലെങ്ത് വേണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം ഞാൻ ഇവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടത്തുള്ളൂ. പക്ഷെ എനിക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇപ്പോൾ അറിയത്തില്ല. സോ എനിക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാമെങ്കിൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് വരിക. നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ ഈ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ആകും എപ്പോഴാണ്? അതായത് ടി ബിക്കം ടൈം ഓഫ് ഫ്ലൈറ്റ് വെൻ ഈ ഒബ്ജക്റ്റിന്റെ y കോർഡിനേറ്റ് എത്രയാവുമ്പോൾ, ഇതാണ് y ഈക്വൽ ടു 0, ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. അതായത് y ഈസ് ഈക്വൽ ടു h ആവുമ്പോൾ ടി
ടൈം ഓഫ് ഫ്ലൈറ്റ് ആവും. അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ y കോർഡിനേറ്റ് h ആകുക എന്നാണ്. സോ നമുക്ക് എഴുതാം ടൈം t is equal to time of flight when y is equal to h. ഓക്കെ, റൈറ്റ്. ഞാനിപ്പോൾ ഈ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ y is equal to -h എന്ന് കൊടുക്കുമായിരുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷൻ ആക്സിലറേഷൻ ഞാൻ മൈനസ് എന്ന് കൊടുക്കണമായിരുന്നു. ഓക്കെ, അതാണ് അവിടെ വരുന്ന വ്യത്യാസം. ഓക്കെ, എന്തായാലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഞാൻ ഈ കണ്ടീഷൻ, അതായത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ കണ്ടീഷൻ ഞാൻ ഈ ഇക്വേഷനകത്ത് ഇമ്പോസ് ചെയ്യുവാണ്. സോ എനിക്ക് എഴുതാം ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് mg പ്ലസ് QE ഡിവൈഡഡ് ബൈ m ടൈംസ് ടി സ്ക്വയർ. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം ഇതിനകത്ത് ദാറ്റ് ഇംപ്ലൈസ് t is equal to 2h, ഓക്കെ, m മുകളിൽ പോവും, ഡിവൈഡഡ് ബൈ mg പ്ലസ് QE വിത്ത് എ റൂട്ട്. സോ എനിക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ഈ ഇക്വേഷൻ പറയുന്നത് എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. ബിക്കോസ് t ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോഴുള്ള എക്സ് കോർഡിനേറ്റ് ആണ് റേഞ്ച്. സോ കണ്ടീഷൻ എന്താണ്, t ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ T, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോൾ എൻ്റെ എക്സ് കോർഡിനേറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് ആവും, അതായത് ഈ ഡിസ്റ്റൻസ് ആവും. ഓക്കെ, സോ ഞാൻ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എഴുതാം ഹൊറിസോണ്ടൽ റേഞ്ച് r is equal to u ടൈംസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2hm ഡിവൈഡഡ് ബൈ mg പ്ലസ് QE. സോ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടി. ഇനി നമുക്ക് വേണ്ട ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി വൈയും എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ എനിക്ക് എഴുതാം, ഈ ഇക്വേഷനകത്തുനിന്ന് എനിക്ക് എഴുതാം t is equal to x by u. ഓക്കെ, അതെനിക്ക് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ടിക്ക് പകരം കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷനകത്തുനിന്ന് ടീന്റെ ടേം മൊത്തത്തിൽ പോയി ആൻഡ് ആ ടി എക്സിന്റെ ടേമിലും ആയി. സോ എനിക്ക് വൈ എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, y is equal to ഇക്വേഷൻ എന്തായിരുന്നു, ഹാഫ് mg പ്ലസ് QE ഡിവൈഡഡ് ബൈ m ടൈംസ് ടി സ്ക്വയർ. ടി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ യു. സോ എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ. സോ നമുക്ക് എഴുതാം നമ്മുടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg പ്ലസ് QE ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ ടൈംസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സ് ആണ് ആൻഡ് ഇതിനിടയ്ക്ക് യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ആൻഡ് ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2D ആണ് ആ രണ്ട് പ്ലേറ്റ്സിനിടയ്ക്കുള്ള. അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D ആണ് ആൻഡ് നമ്മുടെ ഈ പ്ലേറ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ ഈ ചാർജ് പാർട്ടിക്കിൾ, സപ്പോസ് ഈ ചാർജ് പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ +Q ആണ്. അപ്പൊ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഈ ചാർജ് പാർട്ടിക്കിളിനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു ഒരു u ഇനിഷ്യൽ വെലോസിറ്റി എങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്തായാലും അറിയാം ഇത് പോസിറ്റീവ് ചാർജ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് താഴോട്ടാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്തായാലും ഇങ്ങോട്ട് പോകും. ഞാൻ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരും. കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുവരെ വരും. കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഈ സാധനം പുറത്തു വരും. സോ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മിനിമം എത്ര സ്പീഡ് കൊടുത്താൽ എനിക്ക് ഈ ഒബ്ജക്റ്റിനെ ഇതിന് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, അതാണ് എനിക്ക് അറിയേണ്ടത്. അതായത് മിനിമം സ്പീഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ സാധനം ഈ രണ്ട് പ്ലേറ്റ്സിൽ ഹിറ്റ് ചെയ്യാതെ പുറത്തു വരാനുള്ള. ഓക്കെ, റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. റൈറ്റ്, നമുക്ക് നോക്കാം. മിനിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്താൻ എത്ര സ്പീഡ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും എങ്കിൽ ആ സ്പീഡിനെക്കാളും സ്ലൈറ്റ്ലി കൂടുതലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, പുറത്തെത്തും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ സാധനം ഇവിടെ എത്താൻ എത്ര മിനിമം സ്പീഡ് വേണമെന്ന്. സോ ഇതും എസെൻഷ്യലി ഒരു പ്രൊജക്ടൈൽ മോഷൻ പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ ഗ്രാവിറ്റി ഇല്ലാന്നേ ഉള്ളൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. ഇനീഷ്യലി ഈ ഒബ്ജക്റ്റ് നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു, d ആയിരുന്നു. സോ നമുക്ക് ഇതിന്റെ എക്സ് ഡയറക്ഷണൽ ഇക്വേഷനും വൈ ഡയറക്ഷണൽ ഇക്വേഷനൊക്കെ എഴുതാം. സോ എക്സ് ഡയറക്ഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് is equal to ut plus half t സ്ക്വയർ. എക്സ് ഡയറക്ഷണൽ ഇനിഷ്യൽ വെലോസിറ്റി u ആണ് ആൻഡ് t. ആൻഡ് വൈ ഡയറക്ഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to again ut plus half t സ്ക്വയർ. പക്ഷെ വൈ ഡയറക്ഷനിൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നുമില്ല. സോ വൈ ഡയറക്ഷനിലെ ut ടേം ഇല്ല. സോ 0 ടൈംസ് t പ്ലസ് ഹാഫ് at സ്ക്വയർ ആക്സിലറേഷൻ. നമുക്ക് നോക്കാം, ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് QE ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ
പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം എം എ ഈക്വൽ ടു ക്യു ഇ, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ഈക്വൽ ടു ക്യു ഇ ഡിവൈഡഡ് ബൈ എം. ഓക്കെ, ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്, അതായത് ഈ ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ റൈറ്റ്, എങ്കിൽ എനിക്ക് എഴുതാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ക്യു ഇ ഡിവൈഡഡ് ബൈ എം, അപ്പൊ ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ ശരി, എങ്കിൽ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യാൻ മിനിമം എത്ര സ്പീഡ് വേണമെന്നാ. ഓക്കെ റൈറ്റ്, അതായത് ബേസിക്കലി എനിക്ക് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ബിക്കോസ് എനിക്ക് ആ എക്സും യു ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എസെൻഷ്യലി വേണ്ടത് ഇതിന്റെ ഹൊറിസോണൽ റേഞ്ച് ആണ് വേണ്ടത്. ഓക്കെ, ഹൊറിസോണൽ റേഞ്ചും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്ച്വലി വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമുക്ക് ഈ വൈന്റെ ഇക്വേഷൻ നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മുടെ വൈ കോർഡിനേറ്റ് എന്താവണം? ഡി. ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ അതിന്റെ വൈ കോർഡിനേറ്റ് ഡി ആവണം. സോ ഞാൻ ആ കണ്ടീഷൻ അവിടെ ഇമ്പോസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ക്യു ഇ ബൈ എം ടൈംസ് ക്യാപിറ്റൽ ടി സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് അതിന് എന്താ എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് ടി സ്ക്വയർ ഈക്വൽ ടു 2d m by qe. That implies t is equal to root 2dm by qe. സോ എനിക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി. എങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു യു ടി, ആൻഡ് നമ്മുടെ എക്സ് റേഞ്ച് ആവും എപ്പോ? നമ്മുടെ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുമ്പോൾ. സോ എനിക്ക് എഴുതാം ആർ ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി ടൈംസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, അല്ലെങ്കിൽ എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു യു ടൈംസ് റൂട്ട് 2dm ബൈ QE. സോ എനിക്ക് ഹൊറിസോണ്ടൽ റേഞ്ചും യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എസെൻഷ്യലി എത്രയാണ്? L ആണ്. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് L ഈക്വൽ ടു യു ടൈംസ് 2dm by QE. That implies u equal to L times root QE by 2dm. റൈറ്റ്, അതായത് ഈ ഒബ്ജക്റ്റ് എക്സാക്ട്ലി ഇത് ഇവിടെ എത്താൻ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇത്രയും വേണം. എങ്കിൽ നമുക്ക് പറയാം ഈ ഒബ്ജക്റ്റ് പുറത്തു പോവാൻ അതിന്റെ സ്പീഡ് v ഷുഡ് ബി ഗ്രേറ്റർ ദാൻ u. ഓക്കെ, അതായത് അതിന്റെ സ്പീഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ L റൂട്ട് QE ബൈ 2dm. അത് എക്സാക്ട്ലി യുവിന് ഈക്വൽ ആണെങ്കിൽ അത് എക്സാക്ട്ലി ഇത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും, അതായത് ഇത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും. സോ ആ യുവിനെക്കാളും സ്ലൈറ്റ്ലി അതിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഇത് ജസ്റ്റ് പുറത്തെത്തും. ഓക്കെ, നമുക്ക് ആ കണ്ടീഷനാണ് വേണ്ടത്. ഇനി നമ്മൾ എസെൻഷ്യലി അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമുക്ക് ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമൺ ഷേപ്സ്, അതായത് പല ചാർജ് ഡിസ്ട്രിബ്യൂഷൻസും ചില പ്രത്യേകതരം കോമൺ ഷേപ്സ് കൊണ്ടായിരിക്കും അതിന്റെ ഓരോ പാർട്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ നമ്മളൊരു കാര്യം ചെയ്യാണ്, വളരെ കോമൺ ആയിട്ടുള്ള ചില കോമൺ ഷേപ്സ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മളിവിടെ എല്ലാം ഡിറൈവ് ചെയ്യുന്നില്ല, ചില റിസൾട്ട്സ് മാത്രം ഞാൻ ഡിറൈവ് ചെയ്യും, ചിലത് ഞാൻ ആ റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ ഓരോരോ സബ് കേസസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ, ബിക്കോസ് നമുക്ക് ഫുൾ കാൽക്കുലേഷൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ റൈറ്റ്, അപ്പൊ ഞാൻ ആ കോമൺ ഷേപ്സ് എന്താണെന്ന് പറയാം. ഫസ്റ്റത്തെ കോമൺ ഷേപ്പ് ആണ് ഓക്കെ, അതായത് റോഡ് അല്ലെങ്കിൽ വയേഴ്സ് ഒക്കെ. അതായത് സപ്പോസ് ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു വയർ അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള റോഡ്, ഞാൻ ഇതിന്റെ പുറത്ത് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുമായിരിക്കും. അതായത് സപ്പോസ് ഇതിന്റെ പുറത്തുള്ള ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണെന്ന് വെച്ചോ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് ലെങ്ത് കട്ട് ചെയ്തെടുത്താൽ അതിനകത്ത് എത്ര ചാർജ് കാണും, അതാണ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, എങ്കിൽ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയർ സപ്പോസ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തുവാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെയൊക്കെ ഞാൻ ഒരു ആർബിട്രറി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്. സോ ഇതൊരു കോമൺ ഷേപ്പ് ആണ്. സോ നമുക്ക് ഇത് ഓരോ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, വേറൊരു സിനാരിയോ ആണ് ആർക്സ്. റൈറ്റ്, അതായത് സപ്പോസ് എൻ്റെ ഒരു ഫുൾ സർക്കിൾ ഇല്ല, പകരം എൻ്റെ ഒരു ആർക്കേ ഉള്ളൂ, ഒരു സർക്കുലർ ആർക്കേ ഉള്ളൂ. ഓക്കെ റൈറ്റ്, ഈ സർക്കുലർ ആർക്ക് ഓക്കെ ഒബ്വിയസ്ലി അതൊരു സർക്കിളിന്റെ പാർട്ടാണ് ആൻഡ് സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. എങ്കിൽ നമുക്കറിയേണ്ട സർക്കുലർ
ആർക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്. ആൻഡ് നമുക്ക് എന്തായാലും അറിയാം ആ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഞാനിപ്പോൾ എക്സാക്ട്ലി ഞാൻ ഈ സർക്കുലർ ആർക്കിന്റെ മിഡ് വേയിൽ കൂടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഈ പാർട്ടും ഈക്വലി സിമെട്രിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി മിഡ് വേ കൂടെ പോകത്തുള്ളൂ. ബിക്കോസ് സ്ലൈറ്റ്ലി ഇങ്ങോട്ടോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിമെട്രി അത് അലോ ചെയ്യത്തില്ല. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് സ്ലൈറ്റ്ലി ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പറയാം, ഓ ഈ സൈഡിനെ അപേക്ഷിച്ച് ഈ സൈഡിന് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അത് ഇങ്ങോട്ട് വന്നതെന്ന്. സോ ഞാൻ മിഡ് വേ കൂടെ ലൈൻ വരച്ച ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഇങ്ങോട്ടായിരിക്കും. സോ നമുക്കറിയേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ. അതുപോലെ തന്നെ ഞാൻ ഇവിടെയാണെങ്കിൽ എക്സാക്ട്ലി ഞാൻ മിഡ് വേയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും നേരെ മുകളിലോട്ടായിരിക്കും. ഇങ്ങോട്ടോ അതിന് കമ്പോണൻസ് ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയോ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എക്സാക്ട്ലി മിഡ് വേയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷനും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെ വരാൻ പാടില്ല, അത് സിമെട്രിയാണ്. അതേസമയം ഞാൻ ആർബിട്രറി ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഈ പോയിന്റും ഈ ഡിസ്റ്റൻസും തമ്മിൽ ഒരു സിമെട്രിയും ഇല്ല. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സം ആർബിട്രറി ഡയറക്ഷനിലായിരിക്കും. സോ എനിക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഇൻ ജനറലി എനിക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ചോദിക്കാം, ഓക്കെ ഈ രണ്ട് ഷേപ്സിന് എന്താ ഇത്ര പ്രത്യേകത, ഇത് എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ഷേപ്സ് അറിയാമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് മറ്റ് പല ഷേപ്സും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എനിക്കൊരു ഫൈനൈറ്റ് ലെങ്ത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിൽ എനിക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, എനിക്കിത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഈ ട്രയാങ്കിൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ചില ഫൈനൈറ്റ് വയേഴ്സ് കൊണ്ടാണ്. സോ ഇതിനകത്തുള്ള ഓരോ ഫൈനൈറ്റ് വയറും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിൽ അതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് എനിക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇനി സ്ക്വയേഴ്സ് അല്ലെങ്കിൽ റെക്ടാംഗിൾസ് ഇതുപോലെ പല സാധനത്തിനും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ഈ സ്ക്വയറും റെക്ടാംഗിളും എല്ലാം ചില ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയേഴ്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഷേപ്സ് ആണ്. സോ എനിക്ക് ആ ജോമെട്രിക്കൽ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, എനിക്ക് അതിനകത്തുള്ള ഓരോ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എനിക്ക് എന്തിന്റെ റിസൾട്ട് അറിയാമെങ്കിൽ, ഒരു സിംഗിൾ വയറിന്റെ റിസൾട്ട് അറിയാമെങ്കിൽ. ഇനി വേറൊരു ടൈപ്പ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇതൊരു സ്ക്വയർ ആണ്. ഓക്കെ, ആൻഡ് ഈ പാർട്ട് ഒരു സർക്കുലർ സെക്ഷൻ ആണ്. ഓക്കെ, എനിക്കറിയേണ്ടത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അറിയണം. അത് നമുക്ക് വളരെ ഈസിയാണ്. നമുക്കറിയാം, ഇതൊരു വയറാണ്, ഈ വയർ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ വയർ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എനിക്കറിയാം. ഈ സർക്കുലർ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയാം. സോ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, അതായത് ഈ രണ്ട് ബേസിക് കമ്പോണൻസ് അറിയാമെങ്കിൽ പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസിനെയും എനിക്ക് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. വേറെ പോസിബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് ബേസിക്കലി ഒരു ഡിസ്ക്. റൈറ്റ്, ഓക്കെ, അതായത് സപ്പോസ് എൻ്റെ ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ടെങ്കിൽ ആ ഡിസ്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗ്. റൈറ്റ്, റിംഗ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു ഷീറ്റ്, ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇൻഫിനിറ്റ് ഷീറ്റ് നമുക്ക് പലപ്പോഴും നല്ലൊരു ഗുഡ് അപ്രോക്സിമേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. സപ്പോസ് ഇതൊരു ഫൈനൈറ്റ് സൈസ് ഉള്ള ഒരു ഷീറ്റ് ആണെന്ന് വയ്ക്കുക. ഞാൻ എന്റെ ചാർജ് വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ബിക്കോസ് ഈ പ്രോബ്ലത്തിനകത്തുള്ള ഈ ചാർജ് നിൽക്കുന്ന ലെങ്ത് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലെങ്ത് ഒക്കെ വളരെ വലുതാണ്. സോ ഈ ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണെന്ന അസംഷൻ ഒരു നല്ല അപ്രോക്സിമേഷൻ ആണ്. സോ നമുക്ക് പലയിടത്തും ഈ ഇൻഫിനിറ്റ് ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് അറിയാവുന്ന നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ്, പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് എൻ്റെ ഒരു ഹെമിസ്ഫിയർ. ഓക്കെ, അതായത് ഇതൊരു ഹെമിസ്ഫിയർ ആണ്. ഈ ഹെമിസ്ഫിയറിന്റെ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അറിയെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സപ്പോസ് ഇതൊരു ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെയും ക്ലോസ്ഡ് ആണ് ആൻഡ് ഇവിടെ ഹെമിസ്ഫിയറും ആണ്. അതായത് ഇവിടെയും ചാർജ് ഉണ്ട് ആൻഡ് ഹെമിസ്ഫിയർക്കൽ സർഫസിലും ചാർജ് ഉണ്ട്. എനിക്ക് സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഡിസ്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഹെമിസ്ഫിയർ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അറിയാം. സോ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ റിസൾട്ട് കിട്ടും. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ള എല്ലാ ഷേപ്സിനെയും നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നൊന്നുമല്ല. പക്ഷേ ഒരുവിധം സിമെട്രിക്കൽ ആയിട്ടുള്ള എങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഷേപ്സിനെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ബേസിക് ഷേപ്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. സോ ഈ ഓരോ ബേസിക് ഷേപ്പും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇതുപോലത്തുള്ള സിമ്പിൾ ബട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം ആണ്. സപ്പോസ് ഇതൊരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു റോഡാണ് ആൻഡ് ഇതിന്റെ പുറത്ത് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇതിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്. അതായത് ഇതിനകത്തുള്ള ഒരു യൂണിറ്റ് ലെങ്ത് കട്ട് ചെയ്തെടുത്താൽ അതിനകത്ത് ലാംഡ എമൗണ്ട് ചാർജ് കാണും. ആൻഡ് നമ്മുടെ ഈ റോഡിന്റെ ഈ എൻഡിൽ നിന്ന് ഒരു 6 ഡിസ്റ്റൻസ് അകലെ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയേണ്ട ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം.
നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട്, ഓക്കെ, സപ്പോസ് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട് ഞാനൊരു സ്മോൾ ചാർജ് എലമെന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ സപ്പോസ് ഈ ഡിസ്റ്റൻസ് എക്സ് ആണ് എങ്കിൽ ആ ചാർജ് എലമെന്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ആ ഇലക്ട്രിക് ഫീൽഡ് DE ഈക്വൽ ടു K ടൈംസ്, സപ്പോസ് നമ്മുടെ ഈ ചാർജ് എലമെന്റിന്റെ വിഡ്ത്ത് dx ആണെങ്കിൽ എനിക്ക് പറയാം ഈ സാധനത്തിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dq വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dx. ബിക്കോസ് ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അതായത് ഒരു യൂണിറ്റ് ലെങ്ത്തിന്റെ പുറത്തുള്ള ചാർജ് ആണ്. എങ്കിൽ 2 യൂണിറ്റ് ലെങ്ത്തിന്റെ പുറത്തുള്ള ചാർജ് ഇൻറ്റു 2, 3 യൂണിറ്റ് ലെങ്ത്തിന്റെ പുറത്തുള്ള ചാർജ് ഇൻറ്റു 3, എങ്കിൽ dx ലെങ്ത്തിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു dx. ഓക്കെ റൈറ്റ്. സോ എനിക്ക് എഴുതാം dq എന്ന് പറഞ്ഞാൽ ലാംഡ dx. അപ്പൊ എന്തൊക്കെയായി? 1/4πε0 q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. സോ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ചാർജ് എലമെന്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തു. എനിക്ക് എന്താ വേണ്ടത്? മുഴുവൻ, അതായത് ഈ മുഴുവൻ റോഡ്. സോ ഞാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ എനിക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഇംപ്ലൈസ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ DE, ഓക്കെ റൈറ്റ്, ഈക്വൽ ടു ഇന്റഗ്രൽ K ലാംഡ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഫ്രം ദ ലിമിറ്റ്. നമുക്കറിയാം ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ആൻഡ് ഈ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ആർ. ആൻഡ് ഈ എൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്സ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എൽ. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആർ ടു ആർ പ്ലസ് എൽ. സോ എനിക്ക് എഴുതാം ആർ ടു ആർ പ്ലസ് എൽ. സോ ഈക്വൽ ടു കെ പുറത്തു പോയി, അതിന്റെ ലാംഡ കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആർ ടു ആർ പ്ലസ് എൽ ഈക്വൽ ടു കെ ലാംഡ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് അതങ്ങ് എഴുതാം ആർ ടു ആർ പ്ലസ് എൽ എക്സ് റൈസ് ടു മൈനസ് 2 dx ഈക്വൽ ടു കെ ലാംഡ എക്സ് റൈസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ എക്സ്. സോ ഞാൻ ആ മൈനസ് പുറത്തെടുത്തു, ബാക്കി 1 ബൈ എക്സ് ഫ്രം ദ ലിമിറ്റ് ആർ ടു ആർ പ്ലസ് എൽ, അല്ലെങ്കിൽ ഈക്വൽ ടു മൈനസ് കെ ലാംഡ 1 ബൈ ആർ പ്ലസ് എൽ മൈനസ് 1 ബൈ ആർ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് കെ എൽ ടൈംസ് 1 ബൈ ആർ മൈനസ് 1 ബൈ ആർ പ്ലസ് എൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു കെ നോട്ട് എൽ ലാംഡ കെ ലാംഡ ടൈംസ് ഓക്കെ ആർ പ്ലസ് എൽ മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ ടൈംസ് ആർ പ്ലസ് എൽ, അല്ലെങ്കിൽ ഈ ആറും ആറും ക്യാൻസൽ ചെയ്ത് പോയി. സോ കെ ലാംഡ എൽ ഡിവൈഡഡ് ബൈ ആർ ടൈംസ് ആർ പ്ലസ് എൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ലാംഡ ടൈംസ് എൽ ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ഇൻറ്റു ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ്. അതായത് എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു എൽ ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള റോഡ് അതിന്റെ ഒരു എൻഡിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലിരിക്കുന്ന പോയിന്റിൽ, അതായത് ആക്സിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, അതേ റോഡ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ, ഓക്കെ, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അതിന്റെ ഒരു ആർബിട്രറി പോയിന്റിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയേണ്ടത്. നമുക്ക് എന്തായാലും അറിയാം, സപ്പോസ് നമ്മുടെ ഈ പോയിന്റ് എക്സാക്ട്ലി സിമെട്രിക് ആയിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് കാണില്ല? എക്സ് കമ്പോണന്റ് കാണില്ല. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലോ വല്ലോ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഡയറക്ഷനും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്നാണ്. ഓക്കെ, പക്ഷെ സിമെട്രിക് ആണെങ്കിൽ വരത്തില്ല. പക്ഷേ നമ്മുടെ ഈ പോയിന്റ് സിമെട്രിക് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എക്സ് കമ്പോണന്റ് കാണാം, ഇലക്ട്രിക് ഫീൽഡ് വൈ കമ്പോണന്റ് കാണാം, റൈറ്റ്. സോ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, സപ്പോസ് എൻ്റെ ഒരു റോഡ് ഉണ്ട്, ഓക്കെ റൈറ്റ്, ആൻഡ് ആ റോഡിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. എനിക്കറിയേണ്ടത് ആ റോഡിൽ നിന്ന് ഒരു r പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അകലെ ആ റോഡിന്റെ രണ്ട് എൻഡുമായിട്ട് നമ്മുടെ ആ പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 ഉം θ2 ആണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റ് ആണ്,
ആൻഡ് ആ പർട്ടിക്കുലർ ഫോമിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ y കമ്പോണന്റ് എന്താണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇത് ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. ഈ റിസൾട്ട്സ് നമ്മുടെ ഓൾറെഡി ഉള്ളത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതിന്റെ കാൽക്കുലേഷൻ അത്യാവശ്യം ലെങ്തി ആണ്. സോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ y കമ്പോണന്റ് എന്ന് പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഇക്വേഷൻസ് ആദ്യം നമുക്ക് പല കേസിലായിട്ട് യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻസ് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ്, ഓക്കെ, നമുക്ക് അറിയേണ്ടത്, സപ്പോസ് നമ്മുടെ ഈ പോയിന്റ് എക്സാക്ട്ലി സെൻട്രൽ ആയിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്സ് കമ്പോണന്റ് കാണത്തില്ല എന്ന്, അത് ട്രൂ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം. ഇത് എക്സാക്ട്ലി സെൻട്രൽ ആണെങ്കിൽ, ഓക്കെ, നമുക്ക് എക്സ് കമ്പോണന്റ് ഉണ്ടോ ഇല്ല എന്നാണ് അറിയേണ്ടത്. എക്സാക്ട്ലി സെൻട്രൽ ആണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസും എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതായത് θ1 ഉം θ2 ഉം എക്സാക്ട്ലി സെയിം ആയിരിക്കും. സോ θ1 ഉം θ2 എക്സാക്ട്ലി സെയിം ആയിരിക്കും. സോ ഈ ടേം കാണത്തില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പെർഫെക്റ്റ്. ഓക്കെ, റൈറ്റ്. ആൻഡ് സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് റോഡ് ആണെന്ന് വെച്ചോ. ഇൻഫിനിറ്റ് റോഡ്. ഓക്കെ, ഇൻഫിനിറ്റ് റോഡ് ആണെങ്കിൽ, ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഇത് രണ്ട് എൻഡിലും ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ആയിരിക്കും. അത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റൻഡ് ആയിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡിൽ നിന്ന് വരുന്ന ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ കണ്ടോ. അതായത് നമ്മുടെ ഈ ലെങ്ത് ഇൻഫിനിറ്റി ആയി വരും തോറും നമ്മുടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വരുവാണ്. അതായത് ഈ ലെങ്ത് ഇനിയും കൂടി കഴിഞ്ഞാൽ ഇത് പിന്നെയും ഒരു 90 ആയി വരും. അതായത് ഇത് ഇൻഫിനിറ്റ് റോഡ് ആക്കണമെങ്കിൽ, അതായത് ഇൻഫിനിറ്റ് ലെങ്ത് implies θ1 equal to θ2 equal to 90 ഡിഗ്രി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ്, ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. എക്സ് കമ്പോണന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EX ഈക്വൽ ടു K ലാംഡ ഡിവൈഡഡ് ബൈ R cos 90 മൈനസ് cos 90. രണ്ട് സാധനവും സെയിം ആണ്. സോ ഇത് എക്സാക്ട്ലി 0 ആയിരിക്കും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ, ഓക്കെ, ഇത് എവിടെ നിന്നാലും രണ്ട് സൈഡും ഈക്വലി സിമെട്രിക് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ നമ്മളിത് വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് y കമ്പോണന്റിനെ പറ്റി ആലോചിക്കാം. y കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈക്വൽ ടു K ലാംഡ ഡിവൈഡഡ് ബൈ R ടൈംസ് സൈൻ 90 പ്ലസ് സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 2K ലാംഡ ബൈ R. ഓക്കെ, റൈറ്റ്. നമുക്ക് ഓൾറെഡി പലർക്കും അറിയായിരിക്കും, ഇതാണ് എൻ്റെ ഒരു ഇൻഫിനിറ്റ് വയർ ഉണ്ടെങ്കിൽ അതിൽ ഒരു R ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. സോ നമുക്ക് ഓൾറെഡി ആ ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മളിപ്പോൾ അത് പിന്നെയും വെരിഫൈ ചെയ്തു. നമ്മൾ റിയലൈസ് ചെയ്തു നമ്മുടെ ഈ ഇക്വേഷൻ നമ്മൾ ഇൻഫിനിറ്റ് ലെങ്ത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത്, ഒരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു. ഹാഫ് ഇൻഫിനിറ്റ് വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഫിനിറ്റി ആണ്, പക്ഷേ ഈ എൻഡ് ഫൈനൈറ്റ് ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എന്റെ ഹാഫ് ഇൻഫിനിറ്റ് വയർ ആണ് എങ്കിൽ, സപ്പോസ് നമ്മുടെ ഈ ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, എങ്കിൽ ഈ ആംഗിൾ എന്തായാലും ഫൈനൈറ്റ് ആംഗിൾ ആണ്. പക്ഷെ ഈ ആംഗിളോ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് y കമ്പോണന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് ഈക്വൽ ടു K ലാംഡ ഡിവൈഡഡ് ബൈ R ടൈംസ് മൈനസ് കോസ് 90. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം കോസ് 90 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, 0 ഡിഗ്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ EX ഈക്വൽ ടു K ലാംഡ R ടൈംസ് കോസ് θ1. ഓക്കെ, റൈറ്റ്. എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ y കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം EY ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ K ലാംഡ R സൈൻ θ1 പ്ലസ് സൈൻ θ2 90 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം സൈൻ 90 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 1. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇതിന്റെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കേസാണ്. സപ്പോസ് ഈ പ്രോബ്ലം ഇപ്പൊ ഇങ്ങനെയായിരുന്നെങ്കിൽ, അതായത് നമുക്കറിയേണ്ടത് ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് വയർ ആണ്. ഇൻഫിനിറ്റ് ആണ്. നമുക്കറിയേണ്ടത് ഇൻഫിനിറ്റ് വയറിന്റെ ഇവിടുത്തെ ഈ ടിപ്പിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര. റൈറ്റ്. ഓക്കെ, നോക്കാം. അവിടുത്തെ ടിപ്പിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും എഴുതാം EX is equal to, okay, K ലാംഡ ഡിവൈഡഡ് ബൈ R cos θ2 മൈനസ് cos θ1. എന്താണ് cos θ2? നമുക്ക് നോക്കാം. ഈ കേസ് നോക്കിയാൽ നമുക്കറിയാം എന്താ, ഈ ആംഗിള് സം തീറ്റയാണ്. ഇനി സപ്പോസ് ഞാൻ നമ്മുടെ ഈ പോയിന്റിനെ കൂടുതൽ ടിപ്പിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ടോ, അതായത് ഞാനിപ്പോൾ ഈ പോയിന്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ആംഗിള്
ഇവിടുത്തെ ഈ ആംഗിൾ കുറച്ചും കൂടെ ചെറുതാവും. ഞാൻ ഇനിയും ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആംഗിൾ ഇനിയും ചെറുതാവുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഇവിടുത്തെ എക്സ് കമ്പോണന്റ് അറിയണമെങ്കിൽ എന്റെ തീറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രിയാണ്. സോ കോസ് 0 മൈനസ് മുമ്പത്തെ പോലെ കോസ് 90, ബിക്കോസ് ഈ സൈഡ് 90 ഡിഗ്രിയാണ്. കോസ് 90. ഓക്കെ, എന്താണ് കോസ് 0? കോസ് 0 1 ആണ്. ആൻഡ് കോസ് 90 0. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടും 1 മൈനസ് 0, അല്ലെങ്കിൽ എനിക്ക് കിട്ടും EX ഈക്വൽ ടു K ലാംഡ ഡിവൈഡഡ് ബൈ R. ഇനി അടുത്തത് EY എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. EY, ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. K ലാംഡ ഡിവൈഡഡ് ബൈ R സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, റൈറ്റ്? ആൻഡ് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 എന്ന് വെച്ചാൽ ഇവിടെ ബ്രാക്കറ്റിനകത്ത് വരാൻ പോകുന്നത് 0 പ്ലസ് 1, അതായത് 1. സോ അതും K ലാംഡ ബൈ R. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ആണ്. അതായത് നമ്മുടെ വയർ ഒരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ആണെങ്കിൽ, ഓക്കെ, റൈറ്റ്, നമുക്കറിയാം അവിടെ ഇലക്ട്രിക് ഫീൽഡിന് എക്സ് കമ്പോണന്റ് ഉണ്ടാവും, വൈ കമ്പോണന്റ് ഉണ്ടാവും. ആ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി 45 ഡിഗ്രിയിലായിരിക്കും. അതായത് ഇവിടുത്തെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 45 ഡിഗ്രിയിലാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എഴുതാം അവിടുത്തെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് E ഈക്വൽ ടു റൂട്ട് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, അതായത് റൂട്ട് K ലാംഡ ബൈ R ഹോൾ സ്ക്വയർ പ്ലസ് K ലാംഡ ബൈ R ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 2 K ലാംഡ ബൈ R ഹോൾ സ്ക്വയർ വിത്ത് എ റൂട്ട്, അതായത് റൂട്ട് 2 K ലാംഡ ബൈ R, റൈറ്റ്? അതാണ് അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഇതൊരു റിംഗ് ആണ് ആൻഡ് അത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. അതിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. നമുക്കറിയേണ്ട റിംഗിന്റെ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു ഓവറോൾ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഏതൊരു ചാർജ് ക്യാരിങ് എലമെന്റ്, അത് DQ ചാർജ് ഉള്ള ഒരു എലമെന്റ് എടുത്താലും അത് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു DQ ചാർജ് ഉള്ള എലമെന്റ് ഇവിടെയുണ്ട്. സോ അവന് ഓപ്പോസിറ്റ് ഡയറക്ട്ലി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. സോ ഇവിടെയുള്ള എല്ലാവരും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ചെയ്യാൻ മറ്റൊരാൾ കാണും. സോ എല്ലാം പെയർ വൈസ് ക്യാൻസൽ ആവും. സോ സെന്ററിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഞാൻ ഈ പ്രോബ്ലത്തിനകത്ത് ഒരു സ്ലൈറ്റ് ചേഞ്ച് വരുത്തുന്നു. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെറിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷനിൽ ഇപ്പൊ എന്തില്ല? ചാർജ് ഇല്ല. സോ എനിക്കറിയേണ്ടത് സെന്ററിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന്. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവും. അതായത് മുമ്പ് ഇവിടെ എല്ലായിടത്തും ചാർജസ് ഉണ്ടായിരുന്നു. സോ ഇവിടെയുള്ള ആളെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു, ഇവിടെയുള്ള ആളെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു, ഇവിടെയുള്ള ആളെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇവിടെയുള്ള ആളെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ ആളില്ല. സോ നമുക്കറിയേണ്ടത് എന്തായാലും നമുക്കറിയാം സെന്ററിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് എത്രയാണ്? അതാണ് അറിയേണ്ടത്. ഓക്കെ, റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഇവിടെ ഈ ചാർജ് എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, റൈറ്റ്, ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സെന്ററിൽ അത് 0 ആവുമായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങോട്ടൊരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇവൻ ഇവിടെ വന്നാൽ ഇവൻ എക്സാക്ട്ലി ഇതിനെ ക്യാൻസൽ ചെയ്യും. സോ ടോട്ടൽ 0 കിട്ടും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ ഈ ചാർജ് ക്യാരിങ് എലമെന്റ് ഞാൻ കൊണ്ടുവച്ചാൽ അവൻ മാത്രം സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതാണ് ഈ ചുറ്റുമുള്ള ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. ബിക്കോസ് അതുകൊണ്ടാണ് ഇവിടെ അവൻ വരുന്ന സമയത്ത് എക്സാക്ട്ലി അവനെ കൗണ്ടർ ചെയ്ത് ടോട്ടൽ 0 ആക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ചുറ്റുമുള്ള എല്ലാവരും ഈ പോയിന്റ് ഉണ്ടാക്കുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഒരു ചാർജ് എലമെന്റ് മാത്രം ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഈക്വലന്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ബിക്കോസ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. സോ നമ്മളപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ചാർജ് എലമെന്റ് മാത്രം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അത് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ബിക്കോസ് നമുക്കറിയാം ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലാംഡ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ ഒരു സ്മോൾ സാധനത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ DL എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്മോൾ സെക്ഷൻ ഉണ്ടാവേണ്ടിയിരുന്ന, അതായത് നടുക്കത്തെ ഇലക്ട്രിക് ഫീൽഡ് ടോട്ടൽ 0 ആവണമെങ്കിൽ ആ സ്മോൾ സെക്ഷൻ ഉണ്ടാവേണ്ടിയിരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു DL, അതാണ് നമ്മുടെ DQ. സോ ഈ സാധനം ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4πε0, അതായത് K DQ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. സോ എനിക്ക് എഴുതാം നടുക്കുണ്ടാവേണ്ട ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ K
ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഇതിന്റെ റേഡിയസിന്റെ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം കെ ലാംഡ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത സിനാരിയോ നമുക്കിനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു സർക്കുലർ റിംഗ് ആണ്. ഓക്കെ, ഇതൊരു സർക്കുലർ റിംഗ് ആണ്. അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. എനിക്കറിയേണ്ടത് ഈ റിംഗിന്റെ സെന്ററിൽ നിന്ന് ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലത്തിൽ ഉള്ള ഈ പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ റിംഗ് യൂണിഫോംലി ചാർജ്ഡ് ആണ് വിത്ത് സം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ. ലാംഡ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. നമുക്ക് എന്തായാലും അറിയാം, ഇവിടെയുള്ള ഓരോ സ്മോൾ ചാർജ് എലമെന്റ്സും എന്ത് ചെയ്യും, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ആൻഡ് ആ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതായിരിക്കും. എനിക്ക് അങ്ങനെ മനസ്സിലായി. ഞാൻ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. സോ ഈ ഒരു എലമെന്റ് അതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഈ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്മോൾ ചാർജ് എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിവിടെ ഒരു കാര്യം അറിയാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്താൽ അതിന് ജസ്റ്റ് ജോമെട്രിക്കലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു എലമെന്റ് ഉണ്ട്. അവൻ അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് ഇവൻ ഉണ്ടാക്കുന്നത് ഈ ഡയറക്ഷനിലും മറ്റത് ഈ ഡയറക്ഷനിലും ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഡിസ്റ്റൻസും ഇവിടുത്തെ ഈ സ്മോൾ ചാർജ് എലമെന്റിന്റെ ചാർജും എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡും ഇൻ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ആൻഡ് നമുക്ക് ഈ സിമെട്രി വെച്ച് പറയാം, ഈ രണ്ട് ആംഗിൾസും എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റും ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റും എക്സാക്ട്ലി ക്യാൻസൽ ആവും. അങ്ങനെ ഇവിടെയുള്ള എല്ലാവരുടെയും ഈ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് പെയർ വൈസ് ക്യാൻസൽ ആവും. എന്ന് വെച്ചാൽ ഇവിടെ ആകെ എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാവരും ഈ ഡയറക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇൻ എഫക്ട് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഒരു സ്മോൾ ചാർജ് എലമെന്റ് കൺസിഡർ ചെയ്യുക. ആൻഡ് അത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക ത്രൂ ഔട്ട് ദിസ് റിംഗ്. സോ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയൊരു ചാർജ് എലമെന്റ് എടുക്കുന്നു. സപ്പോസ് ആ ചാർജ് എലമെന്റിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ഡി എൽ. ഓക്കെ, ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിംഗിന്റെ പുറത്തുള്ള ഒരു സ്മോൾ ലെങ്ത് എലമെന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം DE. ഓക്കെ, ഞാൻ DE എന്ന് എഴുതുന്നില്ല, ഞാൻ DE ഡാഷ് എന്ന് എഴുതുന്നുള്ളൂ. ബിക്കോസ് DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. DE ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ കമ്പോണന്റിനാണ്. സോ ഞാൻ ഇതിന് DE ഡാഷ് എന്ന് കൊടുക്കുന്നു. സോ DE ഡാഷ് ഈക്വൽ ടു K അവിടുത്തെ ചാർജ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ആൻഡ് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ഡിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് ഈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം R സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ R സ്ക്വയർ. ഓക്കെ, റൈറ്റ്. അതാണ് ആക്ച്വലി ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. എനിക്ക് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇതാണ് E ഡാഷ്, അതായത് DE ഡാഷ്. എനിക്ക് വേണ്ടത് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനുള്ള കമ്പോണന്റ് ആണ് വേണ്ടത്. സോ ഞാൻ ഈ ആംഗിൾ തീറ്റ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ DE ഡാഷ് കോസ് തീറ്റ. സോ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു എന്റെ സ്മോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു DE ഡാഷ് കോസ് തീറ്റ. ബാക്കിയെല്ലാം എക്സാക്ട്ലി ക്യാൻസൽ ചെയ്തു പോകും, ഞാൻ ഓൾറെഡി പറഞ്ഞു. എങ്കിൽ ഈക്വൽ ടു DE ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? K ലാംഡ DL ഡിവൈഡഡ് ബൈ R സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ആംഗിൾ ആണ് തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാനിവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഴുതാം കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസെന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? ഇതാണ് അഡ്ജസെന്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ടിനസ്. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസെന്റ്, അതായത് R ഡിവൈഡഡ് ബൈ R സ്ക്വയർ പ്ലസ് R സ്ക്വയർ റൈസ് ടു 1/2 ബിക്കോസ് എനിക്ക് ആ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ എനിക്ക് കിട്ടി DE ഈക്വൽ ടു K ലാംഡ DL R ഡിവൈഡഡ് ബൈ R സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ റൈസ് ടു
3/2 ബിക്കോസ് ഇത് r² + r² ഹോൾ റൈസ് ടു 1 ആണ്. ഇത് 1/2 ആണ്. ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ അത് 3/2 ആവും. ഓക്കെ, എങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ഓവർ ദിസ് എൻറ്റയർ റിംഗ്. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഈ സാധനത്തിന്റെ ഇന്റഗ്രൽ. ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ k കോൺസ്റ്റന്റ് ആണ്, ലാംഡ കോൺസ്റ്റന്റ് ആണ്, ആൻഡ് r കോൺസ്റ്റന്റ് ആണ്. ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന r² + r² ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ അതെല്ലാം പുറത്തു പോകും. ഇന്റഗ്രേഷനകത്ത് dl മാത്രമേ കാണത്തുള്ളൂ. സോ എനിക്ക് എഴുതാം ഈക്വൽ ടു k ലാംഡ r ഡിവൈഡഡ് ബൈ r² + r² ഹോൾ റൈസ് ടു 3/2 ഇന്റഗ്രൽ dl. ഓക്കെ, ഇനി എന്താണ് ഇന്റഗ്രൽ dl? dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിംഗിന്റെ പുറത്തുള്ള ഒരു സ്മോൾ എലമെന്റ് ആണ്. സോ ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πR. ഓക്കെ, സോ എനിക്ക് കിട്ടി എന്റെ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു k ലാംഡ 2πR ടൈംസ് r. ഈ 2πR എന്ന് പറയുന്നത് ഇന്റഗ്രലിന്റെ വാല്യൂ ആണ്. ഈ r ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ r² + r² ഹോൾ റൈസ് ടു 3/2. എങ്കിൽ എനിക്ക് എഴുതാം ഈ ലാംഡ ഇൻറ്റു 2πR. ലാംഡ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇൻറ്റു 2πR എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റിംഗിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ്. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഇലക്ട്രിക് ഫീൽഡ് E is equal to k ലാംഡ ഇൻറ്റു 2πR എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ടൈം therefore q ഡിവൈഡഡ് ബൈ r² + r² ഹോൾ റൈസ് ടു 3/2 ടൈംസ് r. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഓക്കെ, റൈറ്റ്. നമുക്കെങ്കിൽ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ r മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ വേറൊരു കാര്യം അറിയാം, ഈ സൈഡും ഈക്വലി സിമെട്രിക് ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ഡയറക്ഷൻ ഡിഫറന്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൽ ചെയ്യത്തേ ഉള്ളൂ. സോ ഈ ഡയറക്ഷനിലാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അതേസമയം ഇവിടെ ആണെങ്കിലോ ഇവിടെ പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ ഇതിനെ റിപ്പൽ ചെയ്യും. സോ അതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. അതായത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. സോ രണ്ട് സൈഡിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും ബിക്കോസ് ഈക്വലി സിമെട്രിക് ആണ് ഈ രണ്ട് സൈഡും. എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എവിടെയായിരിക്കും മാക്സിമം? ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് E ഗോസ് ടു E മാക്സ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് r കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ E മാക്സ് ഓർ E മിൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ് ആവാൻ പോകുന്നത്. സോ ഈ മാക്സിമം മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തായാലും മാക്സിമം അല്ലെങ്കിൽ മിനിമം ഇംപ്ലൈസ് dE/dr ഷുഡ് ബി 0. അതായത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? d/dr ഓഫ് kq/r² + r² ഹോൾ റൈസ് ടു 3/2 r ഈക്വൽ ടു 0 എന്ന് ഞാൻ ഡിമാൻഡ് ചെയ്യുക. ആൻഡ് ഞാൻ ഈ ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഫൈനലി എനിക്ക് ഇതിനകത്ത് നിന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് d/dr ഓഫ് ഈ ടേം 0 ആണെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എൻ്റെ r എന്ന് പറയുന്നത് ±r/√2 ആയിരിക്കണമെന്ന്. അതായത് ഇവിടുന്ന് r/√2 ഡിസ്റ്റൻസിലായിരിക്കും എനിക്ക് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ പോകുന്നത്. അതായത് ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ഗ്രാഫ്, ഒരു വേരിയേഷൻ വരച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? ഇതാണ് നമ്മുടെ റിംഗ് എങ്കിൽ ആൻഡ് ഇതാണ് നമ്മുടെ റിംഗിന്റെ റേഡിയസ് എങ്കിൽ സപ്പോസ് ഈ ഡിസ്റ്റൻസ് ആണ് r/√2 ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് r/√2 വിത്ത് എ മൈനസ് സൈൻ. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓൾമോസ്റ്റ് അതിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇവിടെ കൂടി വരും ആൻഡ് ഇവിടെ ആയിരിക്കും ഇതിന്റെ മാക്സിമം. അത് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു പോകും. ഓക്കെ, റൈറ്റ്. ഇനി ഈ സൈഡിലാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ നെഗറ്റീവ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അത് ഇവിടെ ആയിരിക്കും മാക്സിമം വന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ 0 ആവാനായിട്ട് ഇതിങ്ങനെ പോകും. ഓക്കെ, ഏതാണ്ട് ക്വാളിറ്റേറ്റീവ്ലി ഏതാണ്ട് ഇതാണ് അതിന്റെ ഒരു ബിഹേവിയർ. അടുത്ത കേസാണ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് എ യൂണിഫോംലി ചാർജ്ഡ് ആർക്ക്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു സർക്കുലർ ആർക്കാണ്. ഓക്കെ, റൈറ്റ്, വിത്ത് എ റേഡിയസ് r. റൈറ്റ്, എനിക്ക് ഓക്കെ ഇതാണ് നമ്മുടെ സർക്കുലർ ആർക്ക്. ഏത് സർക്കിളിന്റെ സെന്റർ ആണോ ആ സെന്റർ
റൈറ്റ്. എങ്കിൽ എനിക്ക് അറിയേണ്ടത് ഈ സർക്കുലർ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും. ഓക്കെ റൈറ്റ്. ഡയറക്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാനിപ്പോ ഈ സെന്ററിൽ നിന്ന് നമ്മുടെ സർക്കുലർ ആർക്കിന്റെ എക്സാക്ട്ലി സെന്ററിലോട്ട് ഞാൻ ഒരു ലൈൻ വരച്ചാൽ ഓക്കെ, എനിക്ക് എന്തായാലും പറയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈക്വലി സിമെട്രിക് ആണ് ഈ ആർക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടോ വരാൻ പാടില്ല. ബിക്കോസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ഈ ഡയറക്ഷനിലാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതായത് ഈ രണ്ട് സൈഡ്സിലും എന്തോ ഒരു അസിമെട്രി ഉണ്ടെന്നാ. ഓക്കെ, പക്ഷെ നമുക്കറിയാം അസിമെട്രി ഇല്ല, രണ്ട് സൈഡ് ഈക്വലി സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് ചരിഞ്ഞിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം എൻഷുർ ചെയ്യാം, ഞാൻ എക്സാക്ട്ലി ഈ സർക്കുലർ ആർക്കിന്റെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ എലോങ് ദാറ്റ് ലൈൻ ആയിരിക്കണം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതായത് ഇത് പ്ലസ് ചാർജ് ആണെങ്കിൽ അത് എലോങ് ദിസ് ലൈൻ ആയിരിക്കും, അതേസമയം ഇത് മൈനസ് ചാർജ് ആണെങ്കിൽ എലോങ് ദിസ് ലൈൻ തന്നെ ആയിരിക്കും, പക്ഷെ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ റൈറ്റ്, ശരി. അപ്പോൾ നമുക്കറിയേണ്ടത്, നമുക്ക് ഡയറക്ഷൻ മനസ്സിലായി. ഇനി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, ഞാനത് ചെയ്യുന്നില്ല. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ കിടക്കുന്നതാണ്. അതായത് ഈ സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 2k, k എന്ന് പറഞ്ഞാൽ 1/4πε0 ടൈംസ് q. q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ക്യാരി ചെയ്യുന്ന ടോട്ടൽ ചാർജ് ആണ്. ഓക്കെ, q ടൈംസ് സൈൻ θ/2. റൈറ്റ്, അത് ശ്രദ്ധിക്കണം. അതായത് ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന, അതായത് നമ്മുടെ ഈ ആർക്ക് സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ ഹാഫ് ആണ്, ഡിവൈഡഡ് ബൈ ദിസ് തീറ്റ r². ഓക്കെ, പിന്നെ ഒരു കാര്യം ആലോചിക്കണം, നമ്മളിവിടെ തീറ്റയുടെ വാല്യൂസ് കൊടുക്കുമ്പോൾ അത് റേഡിയൻസിന് വേണം കൊടുക്കേണ്ടത്, ഡിഗ്രി കൊടുക്കരുത്. ഓക്കെ റൈറ്റ്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന സിറ്റുവേഷൻസുമായിട്ടൊക്കെ വർക്കായി പോകുന്നുണ്ടെന്ന്. ഫസ്റ്റ് സപ്പോസ് ഒരു സർക്കുലർ റിംഗ് ആണെന്ന് വെച്ചോ, അതൊരു ഫുൾ റിംഗ് ആണ്. ഫുൾ റിംഗ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര ആവണം? 0 ആവണം. നമുക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഫുൾ റിംഗ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫുൾ റിംഗ് ഓക്കെ ആകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2π. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ 2π വരും. ഇവിടെ 2π വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടേം 2π ഡിവൈഡഡ് ബൈ 2 ആവും. അതായത് ദിസ് ഫുൾ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇത് സൈൻ പൈ ആണ്. സൈൻ പൈ എത്രയാണ്? 0. സോ ഇലക്ട്രിക് ഫീൽഡ് 0 കിട്ടി. ഓക്കെ, നമ്മൾ പെർഫെക്റ്റ്ലി കൺവിൻസ്ഡ് ആയി. എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഒരു സിനാരിയോ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു സിനാരിയോ ആണ്, നമ്മൾ കുറച്ച് മുമ്പേ ചെയ്തൊരു പ്രോബ്ലം തന്നെ. അതായത് സപ്പോസ് ഇതൊരു റിംഗ് ആണ്. ഓക്കെ റൈറ്റ്, പക്ഷെ ഒരു പ്രശ്നം, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സിനാരിയോ, അതായത് ഞാൻ ഇവിടുന്ന് ചെറിയൊരു പീസ് ഞാൻ മുറിച്ച് കളഞ്ഞു. ഓക്കെ റൈറ്റ്, അതായത് ഞാൻ ഇവിടെ ഒരു സപ്പോസ് ഒരു സ്മോൾ ആംഗുലാർ വിഡ്ത്ത് വരുന്ന ഒരു സെക്ഷൻ, അതായത് ഒരു d തീറ്റ വിഡ്ത്ത് വരുന്നൊരു സെക്ഷൻ ഞാൻ അവിടെ നിന്ന് മുറിച്ച് കളഞ്ഞു. ഓക്കെ, എനിക്കറിയേണ്ടത് സെന്ററിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്. നമുക്ക് ഈ ഫോമിൽ വെച്ച് നമുക്കത് വെരിഫൈ ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ. ഓക്കെ റൈറ്റ്, എങ്കിൽ നമുക്ക് എഴുതാം സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് EC ഈക്വൽ ടു 2k ടൈംസ് q. q എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനം മുഴുവൻ ക്യാരി ചെയ്യുന്ന ചാർജ്. ഓക്കെ റൈറ്റ്, അപ്പൊ എനിക്ക് എഴുതാം. ഓക്കെ, ഞാൻ തൽക്കാലം നമുക്ക് ആ ചാർജ് എന്ന് എഴുതാം, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ടൈംസ് സൈൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്ത് ആംഗിൾ ആണ്? നമ്മുടെ ഈ ഫുൾ ആർക്ക് ക്യാരി ചെയ്യുന്ന ആംഗിൾ ആണ്. ഈ ഫുൾ ആർക്ക് ക്യാരി ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2π മൈനസ് d തീറ്റ. ഓക്കെ റൈറ്റ്, സോ 2π മൈനസ് d തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 2, ബിക്കോസ് നമ്മുടെ ഫോമിലേക്കകത്ത് ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ഡിവൈഡഡ് ബൈ 2π മൈനസ് തീറ്റ മൈനസ് d തീറ്റ ടൈംസ് r². ഓക്കെ റൈറ്റ്, ശരി. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ തീറ്റ, ഓക്കെ തീറ്റ അല്ല ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെക്ഷൻ ക്യാരി ചെയ്യുന്ന ചാർജ് ആണ്. ഞാൻ ആ ക്യൂവിനെ ഞാൻ വേറൊരു ഫോമിൽ എഴുതാൻ പോവാ. എനിക്ക് എന്തായാലും എഴുതാം നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ടൈംസ് ഇത്രയും സെക്ഷന്റെ ലെങ്ത്. ആ സെക്ഷന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം L ഈക്വൽ ടു r തീറ്റ. സോ ആ ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ടൈംസ് ടോട്ടൽ ആംഗിൾ എത്രയാ? 2π മൈനസ് d തീറ്റ. സോ എനിക്ക് ഈ എക്സ്പ്രഷൻ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് എഴുതാം എന്റെ ഇലക്ട്രിക് ഫീൽഡ് E at center ഈക്വൽ ടു 2k
ക്യൂവിന് പകരം ലാംഡ ആർ 2π മൈനസ് ഡി തീറ്റ റൈറ്റ് സൈൻ ഓക്കെ റൈറ്റ് ഞാനിത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും സൈൻ പൈ മൈനസ് ഡി തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 2π മൈനസ് ഡി തീറ്റ ടൈംസ് ആർ സ്ക്വയർ. ഓക്കെ റൈറ്റ്. ഇപ്പൊ എനിക്കൊരു കാര്യം കാണാൻ പറ്റും. ദേ ഈ ടേമും എക്സാക്ട്ലി ക്യാൻസൽ ആവും. സോ ഈ ടേമും പോയി റൈറ്റ്. ആൻഡ് ഇവിടെ ഒരു ആർ സ്ക്വയറും ഇവിടെ ഒരു ആറും പോയി. ഓക്കെ ബാക്കി നമുക്ക് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് 2k ലാംഡ സൈൻ പൈ മൈനസ് ഡി തീറ്റ ബൈ 2. നമുക്കറിയാം സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സൈൻ തീറ്റ തന്നെ. സോ സൈൻ തീറ്റ. സോ സൈൻ തീറ്റയ്ക്ക് പകരം ഇവിടെ ഡി തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഞാൻ അവിടെ കട്ട് ചെയ്തത് സ്മോൾ ആംഗിളാ. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫോർ സ്മോൾ ആംഗിൾ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. സോ ഈ സൈൻ ഡി തീറ്റ ബൈ ഡി തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഡി തീറ്റ ബൈ 2. സോ ഈക്വൽ ടു 2k ലാംഡ ഡി തീറ്റ ബൈ 2 ആർ. ഓക്കെ റൈറ്റ്. എങ്കിൽ നമ്മുടെ 2 ഉം 2ഉം കട്ട് ചെയ്ത് പോയി. സോ എനിക്ക് കിട്ടി സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു കെ ലാംഡ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ റൈറ്റ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഫോമിലല്ല. ബിക്കോസ് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ചാർജ് ഇരുന്നെങ്കിൽ ആ ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നായിരുന്നു. എങ്കിൽ നമുക്ക് നോക്കാം. ഞാനൊരു ചെറിയൊരു മാനിപ്പുലേഷൻ ചെയ്യാം ഇക്വേഷനകത്ത്. ഞാൻ ദേ ഇവിടെ ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? കെ ആർ ഡി തീറ്റ. ആർ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ ആർക്കിന്റെ ലെങ്ത്, അതായത് ഡി എൽ, അതാണ് ആർ ഡി തീറ്റ. സോ എനിക്ക് എഴുതാം കെ ലാംഡ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി എന്താ ലാംഡ ഡി എൽ? ലാംഡ ഡി എൽ എന്ന് പറഞ്ഞാൽ ആ സ്മോൾ സെക്ഷൻ ക്യാരി ചെയ്യുന്ന ചാർജ്, അതായത് ഡി ക്യൂ. സോ ഈക്വൽ ടു കെ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ നമ്മൾ വെരിഫൈ ചെയ്തു. നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ നമ്മുടെ പുതിയ ഫോമുല വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തൊരു പ്രോബ്ലം ആണ്. ഇതൊരു ചാർജ് കോൺഫിഗറേഷൻ ആണ്. ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ഉണ്ട് ആൻഡ് വേറൊരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ഉണ്ട്. ഇതെല്ലാം യൂണിഫോംലി ചാർജിലാണ് വിത്ത് സം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ. ആൻഡ് ഇതിന്റെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഞാനൊരു സർക്കുലർ സെക്ഷൻ, അതൊരു ഹാഫ് സർക്കുലർ സെക്ഷൻ കൊണ്ട് ഞാൻ കണക്ട് ചെയ്തേക്കുകയാണ് വിത്ത് എ റേഡിയസ് എ. റൈറ്റ്. എനിക്കറിയേണ്ടത് ഈ സിസ്റ്റം ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര. സോ നമുക്ക് എന്തായാലും അറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഈ ഒരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹാഫ് ഇൻഫിനിറ്റ് വയർ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കുലർ റിംഗ്, ഹാഫ് സർക്കുലർ റിംഗ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാൻ ഇതെല്ലാം വെക്ടോറിയലി ആഡ് ചെയ്യണം. ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാഫ് ഇൻഫിനിറ്റ് വയർ ഇതിവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അതിന്റെ ഡയറക്ഷൻ ഏതാണ്. ഓക്കെ റൈറ്റ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഇതൊരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ആണെങ്കിൽ അതിന്റെ ഒരു ടിപ്പിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ ജനറൽ 45 ഡിഗ്രിയിലായിരിക്കും. റൈറ്റ്. ഈ സൈഡിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. സോ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇങ്ങോട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ബിക്കോസ് ഇത് പോസിറ്റീവ് ചാർജ് ആണ്. സോ ഇതെല്ലാം റിപ്പൽ ചെയ്യത്തേ ഉള്ളൂ. സോ ഇവിടെ ഇങ്ങോട്ട് 45 ഡിഗ്രിയിലാണ്. റൈറ്റ്. ആൻഡ് അതിന്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കെ ലാംഡ ഡിവൈഡഡ് ബൈ ആർ, അത് തന്നെയായിരിക്കും വൈ കമ്പോണന്റ്. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ആൻഡ് ഈ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ലാംഡ ഡിവൈഡഡ് ബൈ എ, അതുപോലെ തന്നെ ഈ കമ്പോണന്റും കെ ലാംഡ ഡിവൈഡഡ് ബൈ എ. സോ എങ്കിൽ എനിക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് E1 ഈക്വൽ ടു കെ ലാംഡ ഡിവൈഡഡ് ബൈ എ. പക്ഷെ അത് ഏത് ഡയറക്ഷനിലാണ്? അത് മൈനസ് ഐ ഡയറക്ഷനിലാണ്. സോ മൈനസ് കെ ലാംഡ ഡിവൈഡഡ് ബൈ എ ഐ. അടുത്തത് ജെ കമ്പോണന്റ്, അത് ഇങ്ങോട്ടാണ്. സോ അത് നെഗറ്റീവ് ആണ്. സോ മൈനസ് കെ ലാംഡ ഡിവൈഡഡ് ബൈ എ ജെ. സോ നമ്മൾ ഈ സാധനം കൊടുക്കുന്ന മുഴുവൻ ഇലക്ട്രിക് ഫീൽഡ് എഴുതി. ഇനി അടുത്തത് ഇവൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്തായാലും അറിയാം അതെങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. സോ അതിനും ഈ ഡയറക്ഷനിൽ കമ്പോണന്റ് ഉണ്ട്, ഈ ഡയറക്ഷനിലും കമ്പോണന്റ് ഉണ്ട്. റൈറ്റ്. സോ എനിക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E2 ഈക്വൽ ടു റൈറ്റ്.
ഫസ്റ്റ് അതിന്റെ എക്സ് കമ്പോണന്റ് എങ്ങോട്ടായിരുന്നു? എക്സ് കമ്പോണന്റ് ഇങ്ങോട്ടാണ്. സോ അത് മൈനസ് കെ ലാംഡ ഡിവൈഡഡ് ബൈ എ ആയി. പക്ഷെ അതിന്റെ വൈ കമ്പോണന്റ് എങ്ങോട്ടാ? വൈ കമ്പോണന്റ് ഇങ്ങോട്ടാണ്. സോ അത് പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ. സോ പ്ലസ് കെ ലാംഡ ഡിവൈഡഡ് ബൈ എ ജെ. സോ നമ്മൾ രണ്ട് ഇൻഫിനിറ്റ് വയറിന്റെയും ഹാഫ് ഇൻഫിനിറ്റ് വയറിന്റെയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ എന്തിന്റെ നോക്കാം? ആ ഒരു ഹാഫ് റിങ്ങിന്റെ നോക്കാം. റിങ്ങിന്റെ ഫോമിൽ എന്തുമായിരുന്നു? ഇ ഈക്വൽ ടു 2k q സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. എങ്കിൽ നമുക്ക് ഈ കേസിൽ നമുക്ക് നോക്കാം. ഈ കേസിൽ നമുക്ക് എഴുതാം ഇ ഈസ് ഈക്വൽ ടു 2k ടൈംസ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും സെക്ഷൻ ക്യാരി ചെയ്യുന്ന ചാർജ് ആണ്. അത്രയും സെക്ഷൻ ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു അത്രയും സെക്ഷന്റെ ലെങ്ത്. ഫുൾ സർക്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr ആണ്. സോ അപ്പൊ അത്രയും സെക്ഷന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ πr. സോ പൈ ടൈംസ് എ, റൈറ്റ്, ഇവിടെ റേഡിയസ് എ ആയിരുന്നു, എ ടൈംസ് സൈൻ ആംഗിൾ. ഇത്രയും ആംഗിൾ എത്രയാണ്? പൈ. സോ പൈ ബൈ 2, ബിക്കോസ് ഈ ഫോർമുലയിൽ ഓൾറെഡി ഒരു ഹാഫ് ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്മുടെ ആംഗിൾ പൈ ആണ്, ടൈംസ് എ സ്ക്വയർ. സോ എ സ്ക്വയറിൽ ഒരു എയും കട്ട് ചെയ്ത് പോവും, അതിന്റെ പൈയും കട്ട് ചെയ്ത് പോവും. സോ എങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നമ്മുടെ റിംഗ് ഈക്വൽ ടു 2k ലാംഡ ബൈ എ. സോ ഇതാണ് നമ്മുടെ റിംഗ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ നമുക്കറിയാം എങ്കിൽ ഇ ആർ എന്ന് പറഞ്ഞാൽ 2k ലാംഡ ബൈ എ ടൈംസ് ഐ. എങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് is equal to E1 plus E2 plus ER. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ E1 എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇതാണ് E1 പ്ലസ് E2 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു E2. ഓക്കെ, പ്ലസ് ER എന്ന് പറഞ്ഞാൽ 2k ലാംഡ ബൈ എ ടൈംസ് ഐ. റൈറ്റ്. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് കുറെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഈ ടേമും എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഒരു മൈനസ് കെ ലാംഡ ബൈ എ ഐ, അതേ ടേം തന്നെ ഇവിടെയും കിടപ്പുണ്ട്. സോ 2 ടൈംസ്. ഓക്കെ, പ്ലസ് അഗെയിൻ 2k ലാംഡ ബൈ എ ഐ. സോ നമ്മുടെ ആൻസർ 0. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതായത് എല്ലാ ആംഗിൾസും 60 ആണ്, റൈറ്റ്. ആൻഡ് ഇതിന്റെ ഓരോ സൈഡ്സും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഓരോ യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വയേഴ്സ് കൊണ്ടാണ്. ആൻഡ് ഈ വയറിന്റെ പുറത്തുള്ള ചാർജ് പെർ ലെങ്ത് ലാംഡ, ഇത് 2 ലാംഡ, ഇത് 4 ലാംഡ. എനിക്കറിയേണ്ടത് സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്. ഞാനിവിടെ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം ഈ വയർ സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഈ വയർ സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഈ വയർ സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ടെല്ലാം വെക്ടോറിയൽ ആഡ് ചെയ്യുക. റൈറ്റ്. ഇനി ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഈ വയർ സെന്ററിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയർ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ, മറ്റേത് കാണില്ല, ബിക്കോസ് ഈക്വൽ സിമെട്രി ആണ്. സോ ഞാൻ ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറിന്റെ വൈ കമ്പോണന്റ് ഇക്വേഷൻ മാത്രം ഞാൻ എടുത്താൽ മതി. റൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ വൈ കമ്പോണന്റ് ഇക്വേഷൻ മാത്രം മതി, ഇവിടെയും വൈ കമ്പോണന്റ് ഇക്വേഷൻ മാത്രം മതി. ബിക്കോസ് ഓരോ ഇൻഡിവിജ്വൽ കേസിന്റെയും ആ വയറിന് പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ്, അതായത് നമ്മുടെ ഓൾഡ് ലാംഗ്വേജിൽ എക്സ് ഡയറക്ഷനിലെ കമ്പോണൻസ് എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറിന്റെ എക്സാക്ട്ലി സെന്ററിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വൈ കമ്പോണന്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. റൈറ്റ്. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്. ഈ കേസിൽ നമുക്ക് എന്തായാലും അറിയാം, റൈറ്റ്, നമ്മുടെ ഈ ആംഗിൾസ് എത്രയാണ്? ഓക്കെ, റൈറ്റ്. ഈ ഫുൾ ആംഗിൾ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സാക്ട്ലി 30 ആയിരിക്കും. ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും 60 ആണ്. എങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് എത്രയാണ് കിട്ടാൻ പോകുന്നത്? ഈ വൈ. ഓക്കെ, റൈറ്റ്. ഞാൻ അതിനെ 1 എന്ന് എഴുതാം.
E1, right, equal to k lambda by r sin 60 plus sin 60 degree എന്ന് വെച്ച് കഴിഞ്ഞാൽ k lambda divided by r times 2 sin 60 എന്ന് വെച്ചാൽ 2 sin 60 എന്ന് പറഞ്ഞാൽ √3/2. സോ √3/2. സോ നമ്മുടെ 2 യും 2 കട്ട് ചെയ്ത് പോകും. സോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k lambda √3/r. ഓക്കെ, സോ ഇതാണ് ഇതിവിടെ ഈ ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. സോ ഞാൻ അതിനെ വെക്ടോറിയൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? E1 ഈക്വൽ ടു k lambda √3/r ടൈംസ് j. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്തതാ എവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. എവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും എക്സാക്ട്ലി സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ 16 60 ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ ലാംഡയ്ക്ക് പകരം വരാൻ പോകുന്നത് 2 ലാംഡ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു k lambda divided by r. ഓക്കെ, ലാംഡയ്ക്ക് പകരം 2 ലാംഡ ടൈംസ് 2 ടൈംസ് sin 60. അഗെയിൻ 2 ടൈംസ് √3/2 എല്ലാം കട്ട് ചെയ്ത് പോകും. സോ √3. സോ എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√3 k lambda divided by r. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? ഇങ്ങോട്ടായിരുന്നു. ഇനി നമുക്ക് അതിനെ വെക്ടോറിയൽ എഴുതുമ്പോൾ ഞാൻ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാൻ അതിന് ഈ ഡയറക്ഷനിലും കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ അപ്പൊ അതിന് നമുക്ക് ആംഗിൾസ് അറിയണം. നമുക്ക് എന്തായാലും അറിയാം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ബിക്കോസ് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇത് 30 ആണ്. ബിക്കോസ് നമുക്ക് ഇത് മൊത്തം 60 ആണെന്ന് അറിയാം. സോ ഇത് 30, ഇത് 90, സോ ഇത് 60. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് കോസ് 60. ഓക്കെ, റൈറ്റ്. ആൻഡ് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം നമ്മുടെ E2 ഈക്വൽ ടു, റൈറ്റ്, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. സോ അപ്പൊ അതെന്തായാലും മൈനസ് ആണ്. സോ മൈനസ്, ഓക്കെ, റൈറ്റ്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു? ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ മൈനസ് √2√3 k lambda divided by r sin 30. No, sin 60. So sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. സോ √3/2 i. ആൻഡ് അടുത്തത് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ cos 60 ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഞാൻ അഗെയിൻ മൈനസ് 2√3 k lambda divided by r cos 60. cos 60 എന്ന് പറഞ്ഞാൽ 1/2. സോ എനിക്ക് കിട്ടി E2 ഈക്വൽ ടു, റൈറ്റ്. ഇതിനകത്ത് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? ഓക്കെ, 2 ഉം 2 ഉം ക്യാൻസൽ ആയി. അങ്ങനെയാണ്. ഓക്കെ, റൈറ്റ്. നമ്മുടെ ഒരു √3യും കൂടെ ചേർന്നൊരു 3 ആവും. റൈറ്റ്. എങ്കിൽ നമുക്ക് എഴുതാം മൈനസ് 3k lambda by r times i minus again 2 ഉം 2 ഉം ക്യാൻസൽ ആവും. സോ √3k lambda by r times j. ഓക്കെ, സോ നമുക്ക് E2 കിട്ടി. പിന്നീട് നമുക്ക് E3 അറിയണം. E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇയാള് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് എന്തായാലും അറിയാം ആ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ടു മുമ്പത്തെ സെയിം കാൽക്കുലേഷൻ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഇവിടെ 2ന് പകരം വരാൻ പോകുന്ന 4 ആയിരിക്കും. സോ ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 4√3k lambda by r. സോ നമ്മുടെ E3 എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അറിയാം ആ ഇലക്ട്രിക് ഫീൽഡിന് ദേ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. സോ അതിനെ ഈ രണ്ട് ഡയറക്ഷനും ഈ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആണ്. സോ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് cos 60 ആണ്, ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് sin 60 ആണ്. സോ നമ്മുടെ മുമ്പത്തെ സെയിം കാൽക്കുലേഷൻ ഈക്വൽ ടു 4√3k lambda divided by r. പക്ഷെ എക്സ് കമ്പോണന്റ് ഏത് ഡയറക്ഷനിലാണ്? എക്സ് കമ്പോണന്റ് ഈ ഡയറക്ഷനിലാണ്. സോ പോസിറ്റീവ് ആണ്. ഓക്കെ, ടൈംസ് sin 60. sin 60 എന്ന് പറയുമ്പോൾ √3/2. സോ അഗെയിൻ √3/2 i ആൻഡ് y കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ്. സോ നെഗറ്റീവ് ആണ്. സോ മൈനസ്
മൈനസ് 4√3 k ലാംഡ ഡിവൈഡഡ് ബൈ r cos 60, അതായത് 1/2 j. സോ ഞാനത് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് കിട്ടും ഈ 3 ഈക്വൽ ടു ഇതൊന്നും കട്ട് ചെയ്ത് പോകും, സോ ഒരു 2, സോ 2√3 √3 എനിക്ക് 3 ആയിട്ട് എഴുതാം, സോ ഒരു 6 k ലാംഡ ബൈ r i മൈനസ് ഇതൊന്നും കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു 2, സോ 2√3 k ലാംഡ ബൈ r j. സോ എനിക്ക് ഇയാൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടി, രണ്ടാമത്തെ ആള് അതായത് ഇയാൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടി ആൻഡ് ഇയാൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടി, ഈ 3. സോ എന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ എനിക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3. അതായത് നമ്മളിത് ഈ വെക്ടറും പരസ്പരം ആഡ് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്ത് പോവാം, ചിലപ്പോൾ ടേംസ് പരസ്പരം ആഡ് ചെയ്ത് നമുക്ക് ബിഗർ നമ്പർ കിട്ടാം. എന്തായാലും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ സെമി ഇൻഫിനിറ്റ് വയർ. അതായത് ഇതൊരു സർക്കുലർ റിംഗ് ആണ്, എന്നെ ഒരു ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് λ/2 ആൻഡ് ഇതൊരു ഹാഫ് ഇൻഫിനിറ്റ് വയർ ആണ്. ഓക്കെ റൈറ്റ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഹാഫ് ഇൻഫിനിറ്റ് വയറിന്റെ പുറത്ത് നമ്മുടെ റിംഗ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫോഴ്സ് കൊടുക്കും. ആ ടോട്ടൽ ഫോഴ്സ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഈ പ്രോബ്ലം കുറച്ച് ഹാർഡർ ആയിട്ട് തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഈ റിംഗ് ഈ വയറിന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ റിംഗ് ഇവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽ പോയിന്റിന്റെയും പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ മുമ്പ് റിംഗിന്റെ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. റിംഗ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. റൈറ്റ്, ആ ഇലക്ട്രിക് ഫീൽഡ് എനിക്കറിയാമെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ടൈംസ് ഇവിടുത്തെ ചാർജ് dq അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്മോൾ എലമെന്റ് പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. അങ്ങനെ ഞാനിത് മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്യണം, സോ എനിക്ക് ടോട്ടൽ ആൻസർ കിട്ടും. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ നമ്മൾ കുറച്ച് തിങ്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ കാര്യം ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് നമ്മുടെ എൻറ്റയർ റിംഗ് നമ്മുടെ ഈ വയറിന്റെ പുറത്ത് എത്ര ഫോഴ്സ് ആണോ കൊടുക്കുന്നത് എക്സാക്ട്ലി അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ വയർ നമ്മുടെ ഈ റിംഗിന്റെ പുറത്ത് കൊടുക്കുന്നത്. റൈറ്റ്, സോ എനിക്ക് എന്തെങ്കിലും ചെയ്ത് ഈ വയർ റിംഗിന്റെ പുറത്ത് കൊടുക്കുന്ന ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ അതാണ് നമ്മുടെ ആൻസർ. സോ ക്വസ്റ്റ്യൻ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ വയർ റിംഗിന്റെ പുറത്ത് കൊടുക്കുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആലോചിച്ച് നോക്കാം. നമ്മുടെ ഈ റിംഗിൽ ഞാനൊരു സ്മോൾ എലമെന്റ് എടുക്കുന്നു. റൈറ്റ്, ആ എലമെന്റിന്റെ പുറത്തുള്ള ചാർജ് ആണ് നമുക്ക് എന്തായാലും അറിയാം λ2 dl. ഓക്കെ റൈറ്റ്, സോ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ λ2 dl ഇൻറ്റു നമ്മുടെ ഈ വയർ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് എന്തായാലും അറിയാം ഈ വയർ ഹാഫ് ഇൻഫിനിറ്റ് വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വയർ ഇവിടെ ഉണ്ടാക്കുന്ന ബിക്കോസ് അതിന്റെ ടിപ്പാണിത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സാക്ട്ലി ഹൊറിസോണ്ടൽ ലെവലുമായിട്ട് 45 ഡിഗ്രിയിലായിരിക്കും. സോ അതിനൊരു എക്സ് കമ്പോണന്റും ഉണ്ട്, അതിനൊരു വൈ കമ്പോണന്റും ഉണ്ട്. എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തു, k λ ഡിവൈഡഡ് ബൈ r. r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്, ഇവിടെ എന്തായാലും നമുക്കറിയാം അതിന്റെ വൈ കമ്പോണൻസ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. കാരണം എന്തുകൊണ്ടാണ്, ബിക്കോസ് ഞാൻ ഇവിടെ ഒരു സ്മോൾ എലമെന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വൈ കമ്പോണന്റ് കാരണം മുകളിലോട്ട് വരുന്ന ഫോഴ്സ് എത്രയാണോ അതിനെ എക്സാക്ട്ലി ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇവിടെ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കുമല്ലോ, അതിന് ഈ ഡയറക്ഷനിലും കമ്പോണന്റ് ഉണ്ട്. ഈ കമ്പോണന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഈ കമ്പോണന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെ എക്സാക്ട്ലി ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഈ ഇൻഫിനിറ്റ് വയർ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയുള്ള ഓരോ സ്മോൾ ചാർജ് എലമെന്റിന്റെ പുറത്തും കൊടുക്കുന്ന ഫോഴ്സ് ഞാനെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ റൈറ്റ്, അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. ഓക്കെ, ആ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു k ലാംഡ, നമുക്ക് ഓൾറെഡി ആ റിസൾട്ട് അറിയാം, k ലാംഡ ഡിവൈഡഡ് ബൈ r. ഓക്കെ, r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. സോ ഈ ഡയറക്ഷനിൽ ഈ ഒരു സ്മോൾ ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം dF ഈക്വൽ ടു E dq ഈക്വൽ ടു k ലാംഡ ഡിവൈഡഡ് ബൈ r. dq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ2 ടൈംസ് ഓക്കെ റൈറ്റ് നമ്മുടെ ഈ ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ അത് λ1 ഓക്കെ റൈറ്റ്, λ2 ഇൻറ്റു
dl. ഓക്കെ, dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ലെങ്ത്. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ടോട്ടൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം, കെ കോൺസ്റ്റന്റ് ആണ്, λ1 കോൺസ്റ്റന്റ് ആണ്, λ2 കോൺസ്റ്റന്റ് ആണ്, r കോൺസ്റ്റന്റ് ആണ്, ബാക്കി ഇന്റഗ്രൽ dl. ഓക്കെ റൈറ്റ്. സോ കെ λ1 λ2 ഡിവൈഡഡ് ബൈ r ഇൻറ്റു ഇന്റഗ്രൽ dl. ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ എന്തുവാണ്? dl എന്ന് പറഞ്ഞാൽ സ്മോൾ ലെങ്ത്, ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ക്യാപിറ്റൽ R. സോ എനിക്ക് എൻ്റെ ആറും ക്യാൻസൽ ചെയ്യാം. സോ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π k λ1 λ2. നമ്മുടെ അടുത്ത ഷേപ്പാണ് ഡിസ്ക്. റൈറ്റ്. അപ്പൊ ഇതൊരു സർക്കുലർ ഡിസ്ക് ആണ്. റൈറ്റ്. ആൻഡ് ഇതിന്റെ പുറത്ത് ചാർജ് ഞാൻ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്മോൾ ഏരിയ കട്ട് ചെയ്തെടുത്താൽ, 1 യൂണിറ്റ് ഏരിയ കട്ട് ചെയ്തെടുത്താൽ അതിന്റെ പുറത്തുള്ള എമൗണ്ട് ഓഫ് ചാർജ് ആണ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. റൈറ്റ്. അതിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഡിസ്കിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു 1 മൈനസ് r ബൈ r സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ R സ്ക്വയർ. റൈറ്റ്. വിത്ത് എ റൂട്ട്. ഈ റിസൾട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം, പക്ഷെ ഞാൻ കാൽക്കുലേഷൻ ഞാൻ കാണിക്കുന്നില്ല. റൈറ്റ്. സോ നമുക്ക് ആക്ച്വലി ഈ റിസൾട്ടിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് സപ്പോസ് ഞാൻ ഈ ഡിസ്കിനോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. വളരെ അടുത്തെന്ന് വെച്ചാൽ വളരെ വളരെ അടുത്ത്. എങ്കിൽ നമുക്കറിയാം, ഞാൻ ഈ ഡിസ്കിനോട് വളരെ 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 അടുത്താണെങ്കിൽ നമ്മുടെ R ഈസ് മച്ച് 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 സ്മോളർ ദാൻ ക്യാപിറ്റൽ R. റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈ കിടക്കുന്ന ഫ്രാക്ഷൻ നെഗ്ലിജിബിൾ ആയിരിക്കും. ബിക്കോസ് ഈ ആറിനെ വെച്ച് നോക്കുമ്പോൾ ഈ R വളരെ വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ. റൈറ്റ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ കുറച്ച് ചെയ്യുമ്പോൾ സെൻസിബിൾ ആയിട്ട് നമുക്ക് തോന്നും. റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഞാൻ എന്റെ ഡിസ്കിനോട് വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ ഡെറൈവ് ചെയ്ത ഈ ഇക്വേഷൻ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ്. ഞാൻ ഈ കിടക്കുന്ന ഫാക്ടേഴ്സ് ഒന്നും എടുക്കണ്ട. ദൂരോട്ട് പോകുന്തോറും ഈ ഇക്വേഷൻ തെറ്റായി വരും. ഞാൻ ഈ ഇക്വേഷൻ തന്നെ എക്സാക്ട്ലി യൂസ് ചെയ്യേണ്ടി വരും. അടുത്ത കേസാണ് ഇൻഫിനിറ്റ് ഷീറ്റ്. ഇൻഫിനിറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഈ കേസിൽ യൂണിഫോംലി ചാർജ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ആണ്, പക്ഷേ ഇത് ഇൻഫിനിറ്റ് വരെ എക്സ്റ്റെൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ നമുക്കറിയേണ്ട ഈ ഇൻഫിനിറ്റ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമുക്ക് ആലോചിച്ചാൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് റിഗറസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇൻഫിനിറ്റ് ഷീറ്റിനെ ഇങ്ങനെയുള്ള കുറെ ഇൻഫിനിറ്റ് ഫൈനൈറ്റ് ആയിട്ടുള്ള ചില റിങ്സുകളായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ റിങ്ങും എനിക്കൊരു പർട്ടിക്കുലർ പോയിന്റ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള എല്ലാ റിങ്സും ആഡ് ചെയ്യുക. സോ ഞാൻ എല്ലാ റിങ്ങും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഈ ഇൻഫിനിറ്റ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. എനിക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് തിങ്ക് ചെയ്താൽ ഓക്കെ, നമുക്ക് ആക്ച്വലി ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടാതെ. എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നോക്കുക. ഇത് നമ്മുടെ ഡിസ്കിന്റെ ഫോർമുലയാണ്. ഓൾറെഡി നമ്മുടെ ഒരു ഡിസ്കിന്റെ ഫോർമുല ഉണ്ട്. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് എന്റെ ഈ ഡിസ്കിന്റെ റേഡിയസ്, അതായത് ഈ ആർ ഇൻഫിനിറ്റി ആകുകയാണെന്ന് വെച്ചോ. ഈ ഡിസ്കിന്റെ റേഡിയസ് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഡിസ്കും ഈ ഇൻഫിനിറ്റ് ഷീറ്റും തമ്മിൽ നമുക്കൊരു വ്യത്യാസം തോന്നില്ല. സോ ഈ എക്സ്പ്രഷൻ തന്നെ ആയിരിക്കും ആർക്കും? നമ്മുടെ ഇൻഫിനിറ്റ് ഷീറ്റിനും വെൻ ക്യാപിറ്റൽ R ടെൻസ് ടു ഇൻഫിനിറ്റി. സോ നമുക്ക് നോക്കാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് R ടെൻസ് ടു ഇൻഫിനിറ്റി ഇതെന്താണെന്നാണ് അറിയേണ്ടത്. അതായത് നമ്മുടെ ഈ എക്സ്പ്രഷന്, അതായത് നമ്മുടെ എൻറ്റയർ എക്സ്പ്രഷന് R ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കുന്ന നമുക്ക് ആലോചിച്ചു. R ടെൻസ് ടു ഇൻഫിനിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഡിനോമിനേറ്റർ ഒരുപാട് വീർക്കും. റൈറ്റ്. സോ R ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഡിനോമിനേറ്റർ ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. സോ ഈ ഓവറോൾ ടേം മൊത്തത്തിൽ പോകും. ബിക്കോസ് ഡിനോമിനേറ്റർ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഓവറോൾ ടേം ടെൻസ് ടു 0 ആവും. സോ നമുക്ക് കിട്ടും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻഫിനിറ്റ് ഷീറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലുള്ള ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഒന്ന്, ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അതായത് ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് ഷീറ്റ് എങ്കിൽ ഇവിടെയും എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് മുമ്പ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത റിസൾട്ട് ഉണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ, ഇതും സെയിം ആണ്. പക്ഷെ ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്, ഇത് നമ്മുടെ ഡിസ്ക് ആണ്. എന്തുകൊണ്ടായിരിക്കും രണ്ട് എക്സ്പ്രഷൻസും സെയിം ആയത്?
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഡിറൈവ് ചെയ്തത്? നമ്മുടെ ഈ ആറ്, അതായത് നമ്മുടെ ഈ ആർ, അതായത് നമ്മുടെ ഡിസ്കിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡിസ്കിന്റെ റേഡിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാണ് നമ്മുടെ ഡിസ്ക്. ഞാൻ ഈ ഡിസ്കിനോട് വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്കിന്റെ പാരാമീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിൽക്കുന്ന ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ആയിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എനിക്ക് കിട്ടുന്ന ആൻസർ എക്സാക്ട്ലി ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന്റെ ആൻസർ എന്താണോ അതുപോലെ തന്നെ ആയിരിക്കും. ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ രണ്ട് സിനാരിയോ ഒരുപോലെ തന്നെയാണ്. സോ എന്റെ ആൻസർ ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കും. അതാണ് ആക്ച്വലി ഈ രണ്ട് കേസിലും റിഫ്ലക്ട് ചെയ്തത്. അതാണ് ഹോളോസ്ഫിയർ. ഓക്കെ, ഇതൊരു ഹോളോസ്ഫിയർ ആണ്, പക്ഷെ ഫുൾ സ്ഫിയർ അല്ല, ഇതൊരു ഹെമിസ്ഫിയർ ആണ്. സോ നമുക്കറിയേണ്ടത് ഈ ഹോളോസ്ഫിയറിന്റെ പുറത്ത് ഞാൻ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയേണ്ടത് അതിന്റെ സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന്. റൈറ്റ്, ഇതാണ് എന്റെ എക്സ്പ്രഷൻ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല, സിമ്പിൾ റിലേഷൻഷിപ്പ് ആണ്, സിഗ്മ ഡിവൈഡഡ് ബൈ 4ε0. ഇതാണ് ഹോളോസ്ഫിയറിന്റെ സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ടാണ് സോളിഡ് സ്ഫിയർ പറയാത്തതെന്ന്? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു സോളിഡ് ഹെമിസ്ഫിയർ ആണെന്ന് തന്നെ വെക്കുക. ഓക്കെ, സപ്പോസ് ഇതൊരു സോളിഡ് ഹെമിസ്ഫിയർ ആണ്, റൈറ്റ്. എങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് കുറെ ചാർജസ് വാരിയിട്ടാൽ നമുക്കറിയാം ഈ ചാർജസ് എല്ലാം പരസ്പരം റിപ്പൽ ചെയ്ത് അവരെല്ലാവരും സർഫസിൽ പോയിരിക്കാനേ നോക്കത്തുള്ളൂ. സോ ഞാനൊരു സോളിഡ് ഹെമിസ്ഫിയർ എടുത്താലും ഹോളോ ഹെമിസ്ഫിയർ എടുത്താലും ഓക്കെ, ഈ താഴത്തെ സർഫസിൽ വരുന്ന ചാർജസിനെ പറ്റി ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ രണ്ട് കേസും ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. ബിക്കോസ് ഹോളോ ആണെങ്കിലും അത് സർഫസിലായിരിക്കും, സോളിഡ് ആണെങ്കിലും ഇവരെല്ലാവരും മ്യൂച്വൽ റിപ്പൽഷൻ കാരണം ഇവർ സർഫസിലായിരിക്കും പോയി നിൽക്കുന്നത്. സോ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന ആൻസർ എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ആക്ച്വലി ഞാനിത് മാത്രം എഴുതിയത്. എങ്കിൽ നമുക്ക് ചോദിക്കാം, സപ്പോസ് ഈ ചാർജസിനെ മൂവ് ചെയ്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അതായത് ഒരു നോൺ കണ്ടക്ടർ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും, നമ്മൾ ആക്ച്വലി കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു സിനാരിയോയിൽ. ഓക്കെ, നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. സപ്പോസ് ഇതൊരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ, സോളിഡ് ഹെമിസ്ഫിയർ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ സോളിഡ് ഹെമിസ്ഫിയറിനെ നമ്മൾ ചെറിയ 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 ഡിസ്കുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെയുള്ള ഓരോ ഡിസ്കുകളും ഓക്കെ, ഇതെല്ലാം ഡിസ്ക്സ് ആണ്. റൈറ്റ്, ഈ ഓരോ ഡിസ്കും ഈ സെന്ററിൽ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് മുമ്പേ നമ്മളൊരു ഫോമുല പറഞ്ഞു, അതായത് ഈ ഫോമുല വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഡിസ്ക് കൊടുക്കുന്നത്. റൈറ്റ്, അങ്ങനെ ഇവിടെയുള്ള ഒരു ഇൻഫിനിറ്റസ്മൽ സൈസ് ഉള്ള ഒരു ഡിസ്ക് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യുക, ഇവിടെ തൊട്ട് ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ എനിക്ക് ടോട്ടൽ കിട്ടും. ഇവിടെ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു ഫാക്ട് ഉണ്ട്. സപ്പോസ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഇൻഫിനിറ്റ് ഷീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ക് ആണെങ്കിലും അവിടെയൊക്കെ ആക്ച്വലി നമ്മുടെ ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുകയാണ്. അതായത് നമ്മുടെ ചാർജസ് ഇങ്ങനെ യൂണിഫോംലി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതായിരുന്നു നമ്മുടെ സിനാരിയോ. സപ്പോസ് ഇതൊരു കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചോ, അതായത് ഒരു ഫൈനൈറ്റ് സൈസ് ഉള്ള ഒരു കണ്ടക്ടർ ബ്ലോക്ക് ആയിരുന്നു എന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റോറിയിൽ ഒരു വ്യത്യാസം വരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കണ്ടക്ടർ തന്നു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്തോട്ട് ചാർജസ് വരിട്ടാൽ, സപ്പോസ് ഞാൻ ഇൻഫിനിറ്റ് ഷീറ്റിനെ പറ്റി സംസാരിക്കുന്നത് വെച്ചോ, ഈ കോൺസെപ്റ്റ് ജനറൽ ആണ്, പക്ഷെ ഞാനിപ്പം എക്സാമ്പിൾ പറയാൻ മാത്രം ഞാൻ ഇൻഫിനിറ്റ് ഷീറ്റ് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ഇതിലോട്ട് ചാർജസ് വരിയിട്ടാൽ എന്തോ പറ്റും, ഈ ചാർജസ് ഇതിന്റെ സർഫസിലായിരിക്കും വന്നിരിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ആൻഡ് ഇപ്പുറത്താണെങ്കിലോ ഈ പിന്നിലത്തെ സർഫസ് ഇവിടെ ആയിരിക്കും വന്നിരിക്കാൻ പോകുന്നത്. സോ ഇവിടെ രണ്ട് സർഫസ് ഉണ്ട്. സോ ഞാനൊരു ഫൈനൈറ്റ് തിക്നെസ് ഉള്ള ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഞാൻ വെക്കുവാണെങ്കിൽ, തിക്നെസ് ഉള്ള ഇൻഫിനിറ്റ് ഷീറ്റ്, അത് ബേസിക്കലി രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റ്സ് ഞാൻ വെക്കുന്നതിന് ഈക്വലന്റ് ആണ്. ബിക്കോസ് ഇതിന്റെ പുറത്തും ചാർജ് ഉണ്ടാവും, ഇതിന്റെ പുറത്തും ചാർജ് ഉണ്ടാവും. സോ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടിന്റെയും സം ആയിരിക്കും. ഇൻഫിനിറ്റ് ഷീറ്റിന്റെ കേസിലായതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫസ്റ്റത്തെ ആൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, സിഗ്മ ബൈ 2ε0. രണ്ടാമത്തെ ആൾ ഉണ്ടാക്കുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ്. സോ സിഗ്മ ബൈ 2ε0, ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡിവൈഡഡ് ബൈ ε0. അതേസമയം ഇതൊരു ഡിസ്ക് ആണെങ്കിൽ ഓക്കെ, റൈറ്റ്, ഡിസ്ക് ആണെങ്കിൽ സപ്പോസ് ഇതൊരു ഫൈനൈറ്റ് തിക്നെസ് ഉള്ള ഒരു ഡിസ്ക് ആണെങ്കിൽ നമുക്കറിയാം ഈ ഡിസ്കിന്റെ ഈ സൈഡിലും ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, റൈറ്റ്. അതുപോലെ തന്നെ ഈ സൈഡിലും ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മ, ബാക്കിലും ഈക്വലി സിമെട്രി ആയിരിക്കും. സോ അവിടെയും സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസറിന്റെ ട്വൈസ് ഞാൻ എടുക്കണം. ഞാൻ അപ്പോഴും ട്വൈസ് എന്ന് പറയാൻ കാരണം അത് എക്സാക്ട്ലി കറക്റ്റ് അല്ല. ബിക്കോസ് ഈ ബാക്കിലത്തെ ഡിസ്കിന്റെ കേസിലാണെങ്കിൽ ഞാൻ ഈ ഡിസ്റ്റൻസും കൂടെ ഞാൻ കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ അത്രയും വലിയ തിക്നെസ് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗുഡ് അപ്രോക്സിമേഷൻ ആയിരിക്കും. ഇനി ഇതൊരു ഫൈനൈറ്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഒരു ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെയുള്ള, അതായത് നമ്മുടെ ഈ ഡിസ്ക്
ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഈ ഡിസ്റ്റൻസും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള അതായിരിക്കും എടുക്കേണ്ടത്. സോ നമ്മുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണ്, റൈറ്റ്. ഒന്നിന്റെ പുറത്ത് ചാർജ് പ്ലസ് സിഗ്മയാണ്, മറ്റേ ചാർജ് പെർ യൂണിറ്റ് ഏരിയ മൈനസ് സിഗ്മയാണ്. സോ എനിക്കറിയേണ്ടത് ഇതിന്റെ സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള റിസൾട്ട്. നമുക്ക് നോക്കാം, റൈറ്റ്. ഫസ്റ്റ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെന്ററിൽ ഞാൻ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് സിഗ്മ എന്ത് ചെയ്യും, അതിനെ റിപ്പൽ ചെയ്യും. സോ ഇങ്ങോട്ടായിരിക്കും. ആൻഡ് ഈ മൈനസ് സിഗ്മ അതിനെ അട്രാക്ട് ചെയ്യും. സോ ആ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. സോ സെന്ററിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും സം ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിഗ്മ ബൈ 2ε0 ആണ്. സോ യവൻ ഉണ്ടാക്കുന്നതും സിഗ്മ ബൈ 2ε0 ആണ്. യവൻ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സിഗ്മ ബൈ 2ε0 ആണ്. സോ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ 2ε0 പ്ലസ് സിഗ്മ ബൈ 2ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് സിഗ്മ ബൈ 2ε0 എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ ε0. അതായത് രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ ε0 ആയിരിക്കും. ആൻഡ് ഇതിന് പുറത്താണെങ്കിലോ, അത് ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് നെഗറ്റീവ് ആണ്. സോ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ആൻഡ് എവൻ പോസിറ്റീവ് ആണ്. എവൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എക്സാക്ട്ലി സെയിം ആണ്, സിഗ്മ ബൈ ε0. സോ രണ്ടും ക്യാൻസൽ ആവും. സെയിം സ്റ്റോറി തന്നെ ആയിരിക്കും ഇപ്പുറത്ത്. അതായത് ഈ പാരലൽ ഷീറ്റിന് പുറത്ത്, ഈ രണ്ട് പാരലൽ ഷീറ്റിന്റെ പുറത്തുള്ള ചാർജ് പെർ യൂണിറ്റ് ഏരിയ എക്സാക്ട്ലി സെയിം ആണ് വിത്ത് എ മൈനസ് സൈൻ ആണെങ്കിൽ ഇതിനകത്ത് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് കാണത്തുള്ളൂ, പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ ε0 ആണ്, പുറത്തുള്ളത് 0 ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്തൊരു സിനാരിയോ, സപ്പോസ് ഇതൊരു ഹെമിസ്ഫിയർ ആണ്, പക്ഷെ അതിന് ഇവിടെ ഒരു സർഫസും ഉണ്ട്, റൈറ്റ്. ഇവിടെ ഒരു സർഫസും ഉണ്ട്, റൈറ്റ്. ആൻഡ് ഈ പാർട്ടിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അതായത് ആ കർവ്ഡ് സർഫസിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ 1. ആൻഡ് ഈ സൈഡിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്ലസ് സിഗ്മ 2. സോ നമുക്കറിയേണ്ടത് ഈ സെന്ററിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്. നമുക്ക് എന്തായാലും പറയാം സെന്ററിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെമിസ്ഫിയർ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഈ ഹെമിസ്ഫിയർ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ വെക്ടർ സം ആണ്. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ സെന്ററിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഹെമിസ്ഫിയർ എന്തായാലും അതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആൻഡ് അവനും പോസിറ്റീവ് ആണ്. സോ അവൻ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. സോ ഞാൻ രണ്ടും സബ്ട്രാക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ ഈ ഹെമിസ്ഫിയർ ഈ സെക്ഷൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ 4ε0 ആൻഡ് നമ്മുടെ ഇൻഫിനിറ്റ് ഡിസ്ക് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നോക്കുക, നമ്മൾ ആ ഡിസ്കിനോട് വളരെ അടുത്താണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ക് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ്. സോ അത് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ 2ε0, റൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്ഫിയർ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി നമ്മുടെ ഡിസ്ക് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെക്കാളും ചെറുതാണ്. സോ നമ്മുടെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഈ ഡയറക്ഷനിലായിരിക്കും. സോ നമുക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 മൈനസ് സിഗ്മ ബൈ 4ε0 ഈക്വൽ ടു സിഗ്മ ബൈ 4ε0. സോ അതാണ് ആക്ച്വലി ഇവിടെയുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണത്തില്ല, പിന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയില്ലേ, സോ അതങ്ങനെ ശരിയാവുമെന്ന്. ഇവിടെ ഒരു കാര്യം ആലോചിക്കാം. ഞാൻ ഈ പ്രോബ്ലത്തിനകത്ത് ഒരിടത്തും ഈ സാധനം കണ്ടക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രണ്ട് പാർട്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിവിടെ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കിട്ടി. സോ ഈ കാരണം കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ സാധനം കണ്ടക്ടർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. ഞാൻ അതിൽ നിന്ന് ഒരു സർക്കുലർ സെക്ഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയേണ്ടത് ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാം കൂടെ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര. ഓക്കെ, നമുക്ക് ആലോചിച്ച് നോക്കാം. ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണെങ്കിൽ ഈ ഇൻഫിനിറ്റ് ഷീറ്റ് മൊത്തത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര, സിഗ്മ ബൈ 2ε0. എങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഈ ഡിസ്ക് മാത്രം ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സബ്ട്രാക്ട് ചെയ്താൽ മതി നമ്മുടെ ആൻസർ കിട്ടാൻ. സോ നമുക്ക് എഴുതാം ഈ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് സബ്ട്രാക്റ്റഡ് ഒബ്ജക്റ്റ് കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ആ ഇൻഫിനിറ്റ് ഷീറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും, സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ആയിരിക്കും. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഈ
ഡിസ്ക് മാത്രം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. സോ എനിക്ക് എഴുതാം ആ ഡിസ്ക് മാത്രം അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡിസ്കിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു, സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ഇൻറ്റു 1 മൈനസ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. സോ നമുക്കറിയാം ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് നമ്മുടെ ഈ ടേം അകത്തോട്ട് പോകുമ്പോൾ റൈറ്റ് ഇതിന് എക്സാക്ട്ലി ഇതിന് ഈക്വൽ ആയിട്ടുള്ള ടേം ആയിരിക്കും വരുന്നത്. ആൻഡ് ഈ മൈനസ് ടേം അകത്ത് പോകുമ്പോൾ അത് പ്ലസ് ആവും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ E is equal to sigma by 2ε0 with a r and denominator r square plus capital R square. ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ മെറ്റൽ. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്തുവാ, ഒരു മെറ്റലിനകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. സോ ഞാനത് എന്തുകൊണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. സപ്പോസ് ഇതൊരു മെറ്റൽ സർഫസ് ആണെന്ന് വെച്ചു, റൈറ്റ്, മെറ്റൽ ആണ്, അതായത് ഒരു കണ്ടക്ടർ ആണ്, റൈറ്റ്. ഞാൻ ഇതിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണ്. സപ്പോസ് ഈ ഡയറക്ഷനിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന മൊമെന്റിൽ നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ മെറ്റലിനകത്ത് എന്തായാലും എത്തും. ഇതിനകത്ത് ചാർജസ് ഉണ്ട് ആൻഡ് ചാർജസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഈ സൈഡിൽ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും, നെഗറ്റീവ് ചാർജസ് ഈ സൈഡിൽ വന്നു തുടങ്ങും. ഓക്കെ, എപ്പോ വരെ ഈ മൂവ്മെന്റ് നടക്കും, എപ്പോ വരെ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഉണ്ടാവുന്ന, അതായത് ഈ സൈഡിൽ ഉണ്ടാവുന്ന ഈ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി തുടങ്ങും. ഈ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഞാൻ പുറത്തുനിന്ന് കൊടുത്ത ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങും, റൈറ്റ്. അങ്ങനെ സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജസും ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത ഇലക്ട്രിക് ഫീൽഡിനെ എക്സാക്ട്ലി ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. വൺസ് അങ്ങനെ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജസ് ഫ്ലോ ചെയ്യാനും പോകുന്നില്ല. സോ ഞാൻ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് തന്നെ ഇതിനകത്ത് ഈ ചാർജ് പോളറൈസേഷൻ നടക്കും. ചാർജ് പോളറൈസേഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനകത്തൊരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫൈനലി ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കാണില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പിന്നെ ചാർജിന്റെ പോളറൈസേഷൻ ഒന്നും നടക്കില്ല. സോ ഫൈനലി ഇവിടെ ഒരു ചാർജ് കോൺഫിഗറേഷൻ കാണും, അതിന്റെ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും കാണില്ല, റൈറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ പുറത്തുനിന്ന് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ, അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കഴിഞ്ഞാൽ, അതായത് ഈ ചാർജസിന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ ആഫ്റ്റർ ദാറ്റ് ടൈം ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല ആൻഡ് ചാർജസ് ഒരു പർട്ടിക്കുലർ പെർമനന്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനിൽ ചാർജസ് സെറ്റിൽ ആവുകയും ചെയ്യും. സോ ഇതാണ് ആക്ച്വലി ഒരു മെറ്റലിനകത്ത്, അതായത് കണ്ടക്ടറിനകത്ത്, അതായത് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നമുക്ക് അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി ക്യാൻസൽ ആവും. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കിനി ഇതിനകത്തുനിന്ന് ഇതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫാക്ട് ഉണ്ട്. അതായത് സപ്പോസ് ഇതൊരു മെറ്റൽ ആണെന്ന് വെച്ചു, ഇതൊരു മെറ്റലാണ്. ഓക്കെ, അടുത്ത ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ആ മെറ്റലിന്റെ സർഫസിൽ നമുക്കറിയാം മെറ്റലിനകത്ത് എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെന്നറിയാം. ഇനി സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, റൈറ്റ്. അതായത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റില്ല, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്തുകൊണ്ടെന്ന് പറയാൻ പോകുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം, ഞാൻ പുറത്തുനിന്ന് ഇലക്ട്രിക് ഫീൽഡ് എല്ലാം കൊടുത്ത് ഫൈനലി നമുക്ക് ഇതിനകത്തുള്ള ചാർജസ് സെറ്റിൽ ആകും നമുക്കറിയാലോ. സോ ഫൈനലി ഇതിനകത്തുള്ള ചാർജ് ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷനിൽ സെറ്റിലായി. എന്നിട്ട് ഞാൻ പറയുവാണ്, സപ്പോസ് ഇതിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെന്ന് വെച്ചോ, എങ്കിൽ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രിക് ഫീൽഡിന് നമ്മുടെ സർഫസിന്റെ ഡയറക്ഷനിലും സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ഒരു കമ്പോണന്റ് ഉണ്ടാവും, റൈറ്റ്. എങ്കിൽ എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദ സർഫസ് അതിന്റെ ഒരു കമ്പോണന്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം ഈ ചാർജസ് ഓൾറെഡി സെറ്റിലായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ചാർജസ് ഓൾറെഡി സെറ്റിലായെങ്കിൽ സർഫസിൽ കൂടെ ഫ്ലോ ഒന്നുമില്ല. സർഫസിലൊന്നും ഫ്ലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സർഫസിൽ ഇരിക്കുന്ന ചാർജസിന്റെ പുറത്ത് ഒരു ഫോഴ്സസും എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദ സർഫസ് ആക്ട് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന് സർഫസിന്റെ ഡയറക്ഷനിൽ കമ്പോണന്റ് ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം.
ഓക്കെ ഫൈൻ, അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. അപ്പൊ നമ്മൾ മെറ്റൽസിനെ പറ്റി രണ്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞു. ഒന്ന്, മെറ്റലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. അടുത്തത്, മെറ്റലിന്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ റൈറ്റ്. ഇത്രയും നമുക്കറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാം. എന്താന്ന് വെച്ചാൽ ഇതാ. ഓക്കെ, സപ്പോസ് ഞാനിപ്പോൾ ഒരു സർഫസ് എടുക്കുന്നു. ഓക്കെ, ഇതൊരു ആർബിട്രറി ഷേപ്പ് ഉള്ള ഒരു സർഫസ് ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഈ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. റൈറ്റ്, ഉണ്ടെങ്കിൽ അത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം അത് എത്ര ആയിരിക്കും. ഓക്കെ റൈറ്റ്. അപ്പോ നമുക്ക് എന്തായാലും ഒരു കാര്യം പറയാം. സപ്പോസ് ഇതൊരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല, ഞാനൊരു ചെറിയൊരു പീസ് മാത്രമാണ് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ സർഫസിന്റെ ഒരു ചെറിയൊരു പീസ്, ഇത് സർഫസിന്റെ ഒരു ചെറിയൊരു പീസാണ്. ഓക്കെ, എങ്കിൽ ഞാൻ ആ പീസിനോട് വളരെ ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ ആ പീസ് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ്. സോ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? σ/2ε0 ആയിരിക്കണം, അതൊരു സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ. പക്ഷെ നമ്മുടെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഗിൾ ഷീറ്റ് അല്ല, ആ സിംഗിൾ ഷീറ്റ് ഒരു കണ്ടക്ടറിന്റെ പാർട്ടാണ്. എങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. റൈറ്റ്, നമുക്ക് എന്തായാലും അറിയാം ഈ സിംഗിൾ ഷീറ്റ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഈ സിംഗിൾ ഷീറ്റ് പുറത്തോട്ട് ഒരു σ/2ε0 ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ആൻഡ് ഇത് ഇങ്ങോട്ടും ഒരു σ/2ε0 ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നമ്മുടെ കണ്ടക്ടറിന്റെ സർഫസിൽ ഇരിക്കുവാണെങ്കിൽ അത് മുകളിലോട്ടും ഒരു σ/2ε0 അപ്ലൈ ചെയ്യുന്നുണ്ട്, താഴോട്ടും ഒരു σ/2ε0 അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങോട്ടും ഒരു σ/2ε0 അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഈവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന σ/2ε0 എക്സാക്ട്ലി കൗണ്ടർ ചെയ്ത് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിനകത്ത് 0 ആവുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഈ എലമെന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന σ/2ε0, രണ്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ മുകളിലോട്ട് ഒരു σ/2ε0 അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സാക്ട്ലി ക്യാൻസൽ ആയി പോയത്. പക്ഷേ അതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവൻ മാത്രം ഇവിടെ കൊടുക്കുന്ന σ/2ε0, ഇവന്റെ താഴത്തെ കമ്പോണന്റിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത ഒരു σ/2ε0 എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/2ε0 പ്ലസ് σ/2ε0 ഈക്വൽ ടു σ/ε0. റൈറ്റ്, അതായത് നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു ആർബിട്രറി ഷേപ്പ് ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആൻഡ് ആ കണ്ടക്ടറിന്റെ സർഫസിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ ആ കണ്ടക്ടറിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതിന്റെ വാല്യൂ σ/ε0 ആയിരിക്കണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിക്ക് ലാർജ് ഷീറ്റ്. ഓക്കെ റൈറ്റ്, അതായത് ഇത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു ലാർജ് ഷീറ്റ് ആണ്. ഇതൊരു കണ്ടക്ടർ ഷീറ്റ് അല്ല, അതായത് ഇതിനകത്ത് മുഴുവൻ ചാർജ് ഉണ്ട് എല്ലായിടത്തും. സോ എനിക്കൊരു ടേം ഡിഫൈൻ ചെയ്യാം, ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് വോളിയത്തിന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് റോ. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒരു യൂണിറ്റ് വോളിയം കട്ട് ചെയ്തെടുത്താൽ അതിനകത്തുള്ള എമൗണ്ട് ഓഫ് ചാർജ് ആണ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. സോ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം, അതായത് നമ്മുടെ ഈ തിക്ക് ഷീറ്റ്, ഓക്കെ റൈറ്റ്, ഞാൻ പുറത്തുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റ് കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര, ഇനി അകത്തൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര, അതാണ് എനിക്ക് അറിയേണ്ടത്. സോ ആദ്യം ഞാൻ പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം അറിയാം, നമുക്ക് ഈ തിക്ക് ഷീറ്റിനെ നമുക്ക് ഇതുപോലെ കുറെ തിൻ ഷീറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. റൈറ്റ്, ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു തിൻ ഷീറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് എത്രയാണ്? σ/ε0 ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവരെല്ലാവരും ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ σ/ε0, σ/ε0 എക്സെട്ര. വേറെ തരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ തിൻ ഷീറ്റിനെയും ഞാൻ എടുത്ത് സപ്പോസ് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചു, എല്ലാ തിൻ ഷീറ്റിനെയും. ഓക്കെ, ആ സാധനം ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നെ ആയിരിക്കും. ബിക്കോസ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ എല്ലാത്തിനെയും വരിയുടെ വെച്ചാലും ആൻസർ എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും. സോ ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുവാണ്. നമുക്ക് നോക്കാം, ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ് സിഗ്മ അല്ല റോ. ഓക്കെ റൈറ്റ്, എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് എന്തുവാ, ഞാൻ ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിനകത്ത് റോ എമൗണ്ട് ചാർജ് കാണും. അതായത് ഞാൻ ഒരു യൂണിറ്റ് വോളിയം, അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് ഏരിയയും
1 യൂണിറ്റ് ഹൈറ്റുമുള്ള ഓക്കെ ഞാനൊരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ഓക്കെ റൈറ്റ് അതിനകത്ത് റോ എമൗണ്ട് ചാർജ് ഉണ്ടെന്നാണ് എങ്കിൽ ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഡി ആണ് ഓക്കെ റൈറ്റ് എങ്കിൽ ഞാൻ 1 യൂണിറ്റ് ഏരിയയും ഈ ഡി ഡിസ്റ്റൻസ് ഹൈറ്റുമുള്ള ഈ ഒരു ക്യൂബിനകത്ത് എത്ര എമൗണ്ട് ചാർജ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും ചാർജ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ഇത്രയും വോളിയം റൈറ്റ് സോ നമുക്ക് ഈ ക്യൂബിനകത്തുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ആ ക്യൂബിനകത്തുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ഇത്രയും വോളിയം ഞാൻ പറഞ്ഞു അതിന്റെ ബേസിന്റെ ഏരിയ 1 ആണ് സോ എ എന്ന് പറഞ്ഞാൽ 1 ആണ് സോ 1 ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി ഓക്കെ റൈറ്റ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഈ മുഴുവൻ സാധനത്തിനെയും അതായത് ഈ മുഴുവൻ ചാർജസിനെയും ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഈ ഒരു 1 യൂണിറ്റ് ഏരിയക്കകത്ത് വരാൻ പോകുന്ന ചാർജ് ഇത്രയും സ്ഥലത്തിരിക്കുന്ന ചാർജാണ് അതായത് ഈ ഇരിക്കുന്ന ചാർജാണ് ഈ 1 യൂണിറ്റ് ഏരിയക്കകത്ത് വരാൻ പോകുന്നത് സോ എനിക്ക് മനസ്സിലായി എന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ് സിഗ്മയാണ് ഈ ഇരിക്കുന്നത് അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു റോ ടൈംസ് ഡി ഓക്കെ റൈറ്റ് ഇനി നല്ല ചോദിക്കുക ഈ ഇക്വേഷൻ ആക്ച്വലി ജനറൽ ആണ് അതായത് ഞാനിപ്പോൾ സപ്പോസ് ഇപ്പൊ ഇവിടെ നിൽക്കുവാണെന്ന് വെച്ചു ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുവാണ് എനിക്ക് അറിയേണ്ടത് ഇവിടെ ഇതുവരെ അതായത് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് ഓക്കെ അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഓക്കെ ഞാനിപ്പോൾ ഈ ലെവലിൽ നിൽക്കുവാണെങ്കിൽ എനിക്ക് എത്ര ചാർജ് പെർ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം റോ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ക്ലിയർ ഓക്കെ റൈറ്റ് ശരി അപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലായി എനിക്ക് ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ മനസ്സിലായി എങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 അതായത് റോ ഡി ബൈ 2 എപ്സിലോൺ 0 ഓക്കെ റൈറ്റ് എങ്കിൽ അടുത്ത നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ സപ്പോസ് ഞാൻ ഇതിനകത്തുള്ളൊരു പോയിന്റ് നിൽക്കുക റൈറ്റ് ഞാൻ അകത്തുള്ള സപ്പോസ് ഈ പോയിന്റ് നിൽക്കുകയാണ് ഓക്കെ ഞാനൊരു സിമെട്രിക്ക് വേണ്ടി ഞാൻ നടുക്കൂടെ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു ഓക്കെ റൈറ്റ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഡി ബൈ 2 ഡിസ്റ്റൻസിലാണ് ഓക്കെ റൈറ്റ് ആൻഡ് എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് അതായത് എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് അതായത് ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് എനിക്കറിയേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് അറിയണം ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞത് കണ്ടക്ടർ അല്ല സോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം സോ എനിക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് അറിയേണ്ടത് ഓക്കെ എനിക്ക് പറയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഞാൻ ഇത്രയും സെക്ഷനെ എനിക്കൊരു സിംഗിൾ ഷീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ അത് എത്ര ചാർജ് ക്യാരി ചെയ്യുന്ന ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ സിഗ്മ 1 എന്ന് വിളിക്കുവാണ് സിഗ്മ 1 ഈക്വൽ ടു റോ ഇൻറ്റു ഇതിന്റെ തിക്നെസ് അതിന്റെ തിക്നെസ് എത്രയാ ഈ ഡിസ്റ്റൻസ് ഡി ആണ് സോ ഡി മൈനസ് എക്സ് ഓക്കെ ഡി മൈനസ് എക്സ് അപ്പോ ഡി മൈനസ് എക്സ് ഓക്കെ റൈറ്റ് എങ്കിൽ ഈ ഒരു പാർട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 സോ എനിക്ക് എഴുതാം E1 ഈക്വൽ ടു സിഗ്മ അത് റോ ഡി മൈനസ് എക്സ് ബൈ 2 എപ്സിലോൺ 0 അതുപോലെ എന്റെ ഈ താഴത്തെ ഈ സെക്ഷൻ അതായത് ഇത്രയും സെക്ഷൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗൈൻ എനിക്ക് ആദ്യം ഇവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മ 2 എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഓക്കെ സോ എനിക്ക് എഴുതാം E2 ഈസ് ഇക്വൽ ടു റോ എക്സ് ബൈ 2 എപ്സിലോൺ 0 സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഓക്കെ നമുക്ക് നോക്കാം ഈ സെക്ഷൻ ഇത് ഫുൾ പോസിറ്റീവ് ആണ് സോ ഇതിവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടുമാണ് ആൻഡ് ഈ സെക്ഷൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടുമാണ് സോ ഞാൻ സബ്ട്രാക്ട് ചെയ്യണം സോ ഞാൻ താഴെ ഉള്ള ഈ പാർട്ട് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മുകളിലത്തെ പാർട്ട് ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോകണം സോ ഞാൻ എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു E2 മൈനസ് E1 എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം റോ എക്സ് ബൈ 2 എപ്സിലോൺ 0 മൈനസ് റോ ബൈ 2 എപ്സിലോൺ 0 ഡി മൈനസ് എക്സ് സോ എനിക്ക് എഴുതാം ഈക്വൽ ടു റോ ബൈ 2 എപ്സിലോൺ 0 എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് അല്ലെങ്കിൽ എനിക്ക് എഴുതാം ഈക്വൽ ടു റോ ബൈ 2 എപ്സിലോൺ 0 എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് ഡി
ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത നമ്മുടെ സെക്ഷൻ ആണ് ഇലക്ട്രിക് പ്രഷർ ഓൺ എ ചാർജ്ഡ് മെറ്റൽ സർഫസ്. നമുക്ക് നോക്കാം. സപ്പോസ് ഇതൊരു മെറ്റൽ സർഫസ് ആണ് ആൻഡ് ഇതിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ. അപ്പൊ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഞാൻ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഈ സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുവാണ്. റൈറ്റ്, സപ്പോസ് ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ. ഓക്കെ, എനിക്ക് അറിയേണ്ടത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിന്റെ പുറത്ത് കൊടുക്കുന്ന പ്രഷർ എത്രയാണ്. ഓക്കെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എന്തായാലും അറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിന്റെ പുറത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ബിക്കോസ് ഈ സർഫസിന്റെ പുറത്ത് ചാർജ് ഉണ്ട് സിഗ്മ. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുമെങ്കിൽ എന്തായാലും ഇവിടെ പ്രഷർ ഉണ്ട്. സോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്തായാലും പറയാം, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യാണ്. സപ്പോസ് ഞാൻ ഇവിടെ ഒരു സ്മോൾ എമൗണ്ട് ഏരിയ ഈ സർഫസിൽ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. ആ ഏരിയയുടെ പുറത്തുള്ള ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ ടൈംസ് ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയുടെ വാല്യൂ ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഈ ഡയറക്ഷനിലും മറ്റത് ഈ ഡയറക്ഷനിലും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ്. ഓക്കെ, എന്തായാലും നമുക്കറിയാം ആ പെർപെൻഡിക്കുലർ കമ്പോണന്റ് മാത്രമേ പ്രഷർ അപ്ലൈ ചെയ്തുള്ളൂ. ബിക്കോസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ടിങ് ഓൺ ഏരിയ എന്ന്. സോ എനിക്ക് എന്തായാലും പറയാം അവിടുത്തെ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചാർജ് സിഗ്മ ഇൻറ്റു ഡി എസ് ഇൻറ്റു അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡി എസ് ടൈംസ് ഇ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എസ്. സോ ഡി എസും ക്യാൻസൽ ചെയ്ത് പോയി. സോ എനിക്ക് കിട്ടി അവിടുത്തെ പ്രഷർ ഈക്വൽ ടു സിഗ്മ ടൈംസ് ഇ പെർപെൻഡിക്കുലർ. ഓക്കെ, റൈറ്റ്. ഇനി എനിക്ക് വേറെ ഒരു സിനാരിയോ കൺസിഡർ ചെയ്യാം. അതായത് സപ്പോസ് ഇതൊരു കണ്ടക്ടറാണ്. നമുക്കറിയാം ഞാൻ ഈ കണ്ടക്ടറിലോട്ട് ചാർജസ് ഡെപ്പോസിറ്റ് ചെയ്താൽ എന്തോ സംഭവിക്കും? ഈ ചാർജസ് എല്ലാം സർഫസിൽ ചെന്നിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോഴും സർഫസിന്റെ പുറത്തൊരു പ്രഷർ ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതിന്റെ സർഫസിൽ ചാർജ് ഉണ്ടെങ്കിൽ. ഓക്കെ, റൈറ്റ്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചാർജ് എലമെന്റ് കൺസിഡർ ചെയ്യുവാണ്. നമുക്ക് എന്തായാലും അറിയാം ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതിനകത്ത് എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ ഈ പീസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പീസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അത്രയും ഇലക്ട്രിക് ഫീൽഡ് ചുറ്റുപാടുള്ള എല്ലാവരും കൂടി ഇതിന്റെ പുറത്ത് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. സോ നമുക്ക് എന്തായാലും അറിയാം ഈ ഒരു ചെറിയ പീസിന്റെ പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു വ്യത്യാസം ഉണ്ട്, ആലോചിച്ചോണം. ഒന്ന്, ഈ ചെറിയൊരു എലമെന്റ് പുറത്തോട്ട് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട്, ഈ ചുറ്റുമുള്ളവരെല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് പുറത്ത് നമുക്ക് മൊത്തത്തിൽ സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സാധനത്തിന്റെ പുറത്ത് ചുറ്റുമുള്ളവരെല്ലാവരും കൂടെ മുകളിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. എങ്കിൽ എനിക്ക് പറയാം അവിടെയുള്ള ചാർജ്. ഓക്കെ, ഫസ്റ്റ് അവിടുത്തെ ചാർജ് ഡി ക്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ. ഓക്കെ, അവിടുത്തെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഡി എസ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ചുറ്റുമുള്ള എല്ലാവരും കൂടെ അവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഞാനത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് എഫ് പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു ഇ ടൈംസ് ഡി ക്യൂ, അതായത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ ടൈംസ് ഡി എസ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 ഡി എസ്. അതാണ് ആക്ച്വലി എഫ് പെർപെൻഡിക്കുലർ. എങ്കിൽ അവിടെ ഉള്ള പ്രഷർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതായത് സിഗ്മ സ്ക്വയർ ബൈ 2 എപ്സിലോൺ 0 ഡി എസ് ഹോൾ ഡിവൈഡഡ് ബൈ ഡി എസ്. ഡി എസും ക്യാൻസൽ ആവും. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് പ്രഷർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ വേറൊരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതായത് നമ്മുടെ സർഫസിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് പുറത്തുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എങ്കിൽ എനിക്ക് എഴുതാം അതിനകത്ത് നിന്ന് സിഗ്മ ഈക്വൽ ടു ഇ ടൈംസ് എപ്സിലോൺ 0. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിന് ജസ്റ്റ് ഔട്ട് സൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. എങ്കിൽ എനിക്ക് എഴുതാം പ്രഷർ ഇസ് ഈക്വൽ ടു ഇ എപ്സിലോൺ 0 ഹോൾ സ്ക്വയർ, ബിക്കോസ് ഞാൻ ഈ സിഗ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ
2 എപ്സിലോൺ സീറോ എന്ന് വെച്ചാൽ ഇ സ്ക്വയർ എപ്സിലോൺ സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ സീറോ സ്ക്വയർ, അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ റൈറ്റ്. ഇവിടെ എപ്സിലോൺ സീറോ സ്ക്വയർ ഇല്ലായിരുന്നു, എപ്സിലോൺ സീറോ ഉള്ളൂ. ഹാഫ് എപ്സിലോൺ സീറോ, ബിക്കോസ് ഇതും കട്ട് ചെയ്ത് പോവും, ടൈംസ് ഇ സ്ക്വയർ. സോ എനിക്ക് പ്രഷറിന്റെ വേറെ ഒരു ഫോർമുല കിട്ടി, ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. അതായത് എൻ്റെ ഒരു മെറ്റാലിക് സർഫസ് ഉണ്ടെങ്കിൽ ആ മെറ്റാലിക് സർഫസിന് ജസ്റ്റ് ഔട്ട്സൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ എങ്കിൽ ആ പോയിന്റ് അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ, അതായത് ആ ഇന്റേണൽ പ്രഷർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ആണ്.